2004 ഡിസംബർ 7-ാം തീയതി ഇങ്ങനൊരു ആരാധന മധ്യയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് സന്ദേശം നൽകിയത്. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം അനേകരുടെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം അമ്മ കനിവോടെ സഹായിച്ച് മധ്യസ്ഥ സഹായം നൽകി ജീവിതത്തിലേക്ക് തിരികെ പിടിക്കുന്ന വലിയ അനുഭവത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സാക്ഷ്യങ്ങൾ, സമ്മാനങ്ങൾ പോലെ നൽകുന്ന ഒരു അൾത്താരയുടെ ചുറ്റുമാണ് നമ്മളായിരിക്കുന്നത്. ഇപ്പോൾ ഉടമ്പടിയിലൂടെ ലക്ഷക്കണക്കിന് പേർ ജീവിതത്തിൽ ദൈവസാന്നിധ്യം തിരികെ പിടിക്കുമ്പോൾ അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ വലിയ സാന്നിധ്യം തിരികെ പിടിക്കുന്ന വലിയൊരു കൃപാവര പദ്ധതിയുടെ ഈ സമയത്ത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ ഒരുമിച്ച് വരുവാനായിട്ട് നമ്മളെ പ്രത്യേകം ക്ഷണിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് നമുക്കിപ്പോൾ സ്തുതിച്ചുകൊണ്ട് നന്ദി പറയാം. നമുക്ക് ഒരുമിച്ച് പാടാം. കരങ്ങൾ ഉയർത്തി പാടാം. ആദ്യരും അന്ത്യരും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഒരിക്കൽ കൂടി കൈകൾ ഉയർത്തിക്കൊണ്ട് ഒച്ചത്തിൽ പാടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. കൈകൾ വീശിക്കൊണ്ട് ആരാധന സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ശക്തിയും
കൈകൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ. ആരാധന ആരാധന. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ കർത്താവേ, നീ ആലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികളും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പാടാം. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, കൈകൾ വീശി ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം, പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച്
ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ദൈവാനുഭവം നൽകി സ്ഥിരീകരണങ്ങൾ നൽകി അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം പ്രകടമാകുവാൻ, കർത്താവേ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഞങ്ങൾ സാക്ഷികളാകുവാൻ ഈ ഒത്തുവരവും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഉച്ചത്തിൽ ആലപിക്കാം. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർഗ്ഗം ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർഗ്ഗം ചായുന്നു ഞാൻ. കൈകൾ ഉയർത്തി പാടാം. ആരാധന 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 ആരാധന. ഉച്ചത്തിൽ ആലപിക്കട്ടെ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിലായിരിക്കുന്നവര്
വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ജാഗ്രതയല്ല, എന്തോ വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഏകാഗ്രതയാണ് നമുക്ക് ജാഗ്രതയായിട്ട് വരണത്. സൂക്ഷ്മതയെന്ന് പറഞ്ഞത് ജാഗ്രതയല്ല, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധമാണ്, അവെയർനെസ്സാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഉടമ്പടിയിൽ വരുമ്പോൾ രാത്രിയും പകലും സംഭവിക്കും. നമ്മൾക്ക് ഉണർച്ചയുള്ളപ്പോഴും ഉണർച്ചയില്ലാത്തപ്പോഴും ഉടമ്പടി ലൈവാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടിയിൽ വരുന്നൊരു വിഷയം സ്വപ്നം. ഇപ്പോൾ തുടങ്ങിയല്ലത്. നിങ്ങൾ ഒരാഴ്ചയിൽ നമ്മൾ ഒരു 2-3 പേരെങ്കിലും തങ്ങൾ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പിന്നീടത് ആ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച ഇടങ്ങളും ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയാത്ത സാക്ഷ്യങ്ങളില്ല. ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ സ്വർഗീയ പദ്ധതിയാണ്. ഏറ്റവും പുതിയ സ്വപ്നത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ വിൻസിയുടെ സാക്ഷ്യം, ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. വിൻസി കോയമ്പത്തൂരാണ്, അവിടെ സെറ്റിൽഡാണ്. അപ്പോഴേ വിൻസിയുടെ ഒരു പ്രശ്നം, അവർ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. ഒറ്റമുറി വീട്. ആ വീട്ടിൽ തന്നെ ആ ഒറ്റമുറി തന്നെ ഗ്യാസ്, അപ്പനും അമ്മയും കിടക്കുന്നതും ഈ വിൻസി കിടക്കുന്നതും എല്ലാം ഒരു മുറിയിലാണ്. ഒരു കട്ടില, പിന്നെ ഒരാൾ താഴെയും കിടക്കും. അപ്പോൾ അത്രയും ഒതുങ്ങിയ ഒരു ജീവിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ശരിക്കും വിൻസി സാക്ഷ്യം പറയണത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല എന്നാണ് പറയണത്. പ്രാർത്ഥിക്കാൻ ഇടം പോലും ഇല്ല, അതൊരവസ്ഥ. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് അവർ ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷെ നടക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഒരു വാഹനം കൊണ്ടാണ്. ഒരു ടെമ്പറൽ ട്രാവലർ പോലൊരു വാഹനമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ അംഗങ്ങളെല്ലാം കഴിഞ്ഞു പോണത്. അപ്പോൾ ലോൺ എടുത്താലും അടക്കാൻ പറ്റത്തില്ല, ലോൺ ചോദിച്ചാൽ തരത്തുമില്ല. അപ്പം അതാണ് അതിൻ്റെ അവസ്ഥ. ഒരു ഗതിമുട്ടിയ ഒരവസ്ഥയാണ്. ഉടമ്പടി ഗതിമുട്ടിയവരുടെ പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ, ഏത് വശത്ത് നോക്കിയാലും. അപ്പോഴാണ് വിൻസി ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഉപകരണം പത്രം തന്നെയാണ്. പത്രം നമ്മൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ആൾക്കാരാണ്, കൂടുതൽ സങ്കടക്കാരാണ് പത്രം വഴി ദൈവത്തെ അറിയണത്. അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് കയ്യിൽ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. കയ്യിൽ നിങ്ങളെ കൊണ്ട് ഒരു പത്രം കൊടുക്കുമ്പോൾ അവർക്ക് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാരണം അവരതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരെ പള്ളി മുറ്റത്തു നിന്ന് എടുത്തതല്ല, ദൈവം അവർക്ക് കൊടുത്തതാണെന്ന് മനസ്സിലാകും. അതാണ് ഈ നമ്മൾ പള്ളി മുറ്റത്ത് വെക്കണതും വെച്ചിട്ട് പോരണതും കയ്യിൽ കൊടുക്കണതും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പള്ളിമുറ്റത്ത് വെക്കുമ്പോൾ അവരെടുക്കുകയാണ് ചെയ്യണത്. പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി നിങ്ങൾ മാറണത് നേരിട്ട് കൊടുക്കുമ്പോഴാണ്. പക്ഷെ അതിന് വല്ലാത്ത ഒരു ഇഫക്റ്റാണ് ഉള്ളത്. ആദ്യമേ ഇത്തിരി പാടുണ്ട്, ഇത്തിരി ചമ്മലും ചളിപ്പമൊക്കെ ഉണ്ടാവും. അത് പിന്നെ അപ്പം നിങ്ങൾ കുരിശുരൂപത്തോട്ട് നോക്കിയാൽ മതി. ഈ അരച്ചാൻ തുണിയുടെ നഗ്നതയിലെ ദൈവം മനുഷ്യനായി പങ്കപ്പാട് സഹിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ കഷ്ടത റീഫണ്ടബിളാണ്. ബൈബിൾ പറയുന്ന ഈ കഷ്ടത റീഫണ്ടബിൾ ആക്കിയതെല്ലാം ക്രിസ്തു വന്നതിന് ശേഷമാണ്.
എന്ത് കഷ്ടത ഇനി ലോകത്തുണ്ടായാലും അതെല്ലാം റീഫണ്ടബിൾ ആണെന്ന് പറഞ്ഞു. അതിനെല്ലാം റിവാർഡ് തരുമെന്ന്. അതാണ് പൗലോസ് പറയണത്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന 8:18 റോമ ലേഖനത്തിലെ എന്താ പറയണത്? പറഞ്ഞ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകള് നിസ്സാരമാണ്. അപ്പോൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് മഹത്വം ലഭിക്കാനിരിക്കുന്നത്. ആർക്കാണ്? ആ പ്രേക്ഷിത ജോലി ഏറ്റുമേടിച്ചവർക്കും അതുപോലെ തന്നെ കൊടുത്തവർക്കും രണ്ടുപേർക്കും അനുഗ്രഹമാണ്. ഒരു പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? രണ്ടുപേർക്കാണ് ലഭിക്കുന്നത്, ഒരാൾക്കല്ല. പത്രം കൊടുക്കുന്നവർ, കിട്ടുന്നവർ അതിലൂടെ ഉടമ്പടി എടുത്ത് ദൈവത്തെ അറിഞ്ഞ് അവർ പിന്നെ 10,000-കണക്കിന് മനുഷ്യരെ അതിലേക്ക് ക്ഷണിച്ച് അതിൻ്റെ അനുഗ്രഹം ആർക്കാണ്? ഈ കൊടുക്കുന്ന ആളിനാണ്. ആദ്യം കൊണ്ട് കൊടുക്കണില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ബെനിഫിറ്റ്സാണുള്ളത്. എന്താണ്? ഒന്ന്, ഈ കൊടുക്കുന്ന ആൾ രക്ഷപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് രക്ഷപ്പെട്ട് കഴിയുമ്പോഴേ അവരിലൂടെ ഇനി കുറേ അധികം ആൾക്കാർ ദൈവത്തെ അറിയും. അതെല്ലാം കൊടുക്കുന്ന ആളിനകത്ത് പങ്കാളിത്തം കിട്ടും. അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ആ കൊടുക്കുന്ന ഒരൊറ്റ സബ്ജക്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് അനുഗ്രഹം കിട്ടും. പക്ഷേ ഇതെല്ലാം വിശ്വാസികളോടാണ് പറയേണ്ടത്. കാര്യം പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകണമെന്ന് വെച്ചാൽ എന്തായാൽ എന്ത് അച്ഛൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞാലും അതിനൊക്കെ സാധൂകരിക്കുന്ന വലിയ അനുഭവങ്ങൾ ആൾക്കാർ അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അത് നടപ്പിൽ വരുത്തിയിട്ട് അടയാളങ്ങൾ കിട്ടിയിട്ട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ലക്ഷക്കണക്കിനുണ്ടാകും, അല്ലെങ്കിൽ ആയിരക്കണക്കിനുണ്ടാകും. ഇപ്പം ഈ വിൻസിയുടെ കാര്യം എന്താ? വിൻസി ഇപ്പം നോക്കുമ്പോൾ മുന്നോട്ട് നീങ്ങാൻ ഒരു പഴുതും കാണുന്നില്ല. ഇപ്പം നിങ്ങളിലും ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. എന്നുവെച്ചാൽ ഇനി മുന്നോട്ട് നീങ്ങാൻ, കാര്യം ഉടമ്പടി എന്ന് പറയണത് വെറുതെ സാധാരണ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ പാടാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് ജനങ്ങൾക്കെല്ലാം അറിയാം. വളരെ വെർച്വൽ ഉടമ്പടി എന്നും പറഞ്ഞൊരു പുതിയൊരു സാധനം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. വെർച്വൽ ഉടമ്പടി. നമുക്ക് എന്താ ഉള്ളത്? ഓൺലൈൻ ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ പിൽഗ്രീം ഉടമ്പടിയുണ്ട്. ഓൺലൈൻ ഉടമ്പടി നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത്, അതിനെല്ലാം കൺകറൻസായി അമ്മ ചെയ്താൽ മതി. അപ്പം നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ? നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്ത അവസ്ഥ, നീ ജയിലിൽ കിടക്കുകയാണ്. നിനക്ക് 5 മിനിറ്റ് പുറത്തിറങ്ങാൻ സംഭവിക്കുന്നുള്ളെങ്കിൽ അവിടെയുള്ള കൂട്ടുകാരനോടോ പോലീസുകാരനോടോ വാങ്ങിച്ചൊരു സാധനം ഇങ്ങനൊരു സാധനം ചെയ്താൽ ദൈവം അതിനെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ദൈവം നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക. ഓൺലൈൻ ഉടമ്പടിയുടെ പവർ എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് കർത്താവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ് കോവിഡ്. പക്ഷേ ഇപ്പോഴാണ് എൻ്റെ ഹാർവസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. കാര്യം എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളവരെ അവർ പറയും, കർത്താവെ ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ എന്താണ് എത്താൻ കഴിയണത്, അന്ന് ഞങ്ങൾ നിന്നെ വന്ന് കണ്ടോളാം എന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് അവർ ചെയ്യണത്. അപ്പോഴതിൻ്റെത് സഡനായിട്ടാണ് അതിൻ്റെത്. കാര്യം ഒന്നാമത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന, രണ്ടാമത്തത് ഞാൻ അച്ഛനായ കാലം മുതൽ ഇതുപോലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ സുവിശേഷ വേല കഷ്ടപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മെരിറ്റ്, പിന്നെ നടത്തിയ ഉപവാസങ്ങൾ, പിന്നെ ജാഗരണ പ്രാർത്ഥന, പിന്നെ ഈ രോഗിയായിരുന്ന കാലത്ത് ഞാൻ കർത്താവിൻ്റെ വേല തെറ്റിക്കാതെ ചെയ്തിട്ടുണ്ട്. പീഡാസഹനങ്ങളിൽ അങ്ങനെ ഭയങ്കര സജീവമായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിൻ്റെ അത് ഭയങ്കരമാണ്. കാര്യം എൻ്റെ ജന്മത്തെ ഞാൻ ഓർമ്മ വെച്ച കാലം, കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ഇപ്പം ഈ നിമിഷം വരെ രോഗങ്ങളും വേദനയും വിട്ടൊഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനെല്ലാം അക്കൗണ്ട് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യും.
അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾക്കത് വഴി നമുക്ക് ക്രിസ്തു നേടിയെടുത്ത മഹത്വത്തിൽ നമുക്ക് അവകാശം കിട്ടുന്ന ഭയങ്കരമായ ഒരു ഇക്കണോമിക്കാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണത്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഏറ്റവും വലിയ ആഴമായ വില അറിയത്തുള്ളൂ. ചില ആൾക്കാർക്ക് അത് പറഞ്ഞതൊന്നും മനസ്സിലാവത്തില്ല. അത് ക്രിസ്തു രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു ജീവിതത്തിനൊരു പുണ്യം ഉണ്ടാകണം. അതാണ് എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും ഒരു ദൈവം ഒന്ന് ചെറുതായിട്ട് തോണ്ടിയ ആൾക്കാർക്ക് മാത്രമേ ക്രിസ്തു രഹസ്യം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കന്മാർ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ്. ചുമ്മാ കല്ലായിട്ടിരുന്ന ക്രിസ്തു രഹസ്യം മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു, അതായത് പ്രിയ ഷൈജുവിൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായി. പ്രിയ ഷൈജു വെർച്വൽ ഉടമ്പടിയുടെ ആളാണ്. വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ ഉടമ്പടിക്ക് മുമ്പ് ആൾക്കാരെടുക്കുന്നത് തീർത്ഥാടന ഉടമ്പടിക്ക് മുമ്പ് എടുക്കുന്ന സംഭവമാണ്. അവർ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് അവർ തീരുമാനിക്കും. ഞാൻ സാക്ഷ്യങ്ങളിൽ നിന്നാണ് ഈ വെർച്വൽ ഉടമ്പടി കണ്ടുപിടിച്ചത്. അതായത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവ് പരിഹരിക്കും, ഈശോയോട് പറഞ്ഞ് പരിഹരിക്കും. അതെനിക്ക് കുറച്ച് പരാധീനതകളും പോരായ്മകളും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് എനിക്ക് ആധ്യാത്മിക തടസ്സങ്ങളുണ്ടെങ്കിലും മാതാവ് ജാമ്യം നിൽക്കും. അതാണല്ല, മാതാവിൻ്റെ ജാമ്യമാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് വിഷയമെന്ന് പറയണത്, മര്യാദയ്ക്ക് ഉടമ്പടി ഒരു ബൈബിള് ജീവിച്ചാൽ തന്നെ നമ്മൾ ബ്ലെസ്ഡാണ്. മര്യാദയ്ക്ക് ബൈബിൾ ജീവിച്ചാൽ അപ്പം തന്നെ ബ്ലെസ്സിങ് തുടങ്ങും. പക്ഷെ നമ്മുടെ പരാധീനത കൊണ്ടും സാഹചര്യം കൊണ്ടും നമുക്ക് പലപ്പോഴും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് സ്പേസ് ഓഫ് ദി മരിയൻ സ്പേസ് എന്ന് പറയുക. അതിന് അവിടെയാണ് മരിയൻ സ്പേസ്. നമ്മൾക്ക് എന്തെങ്കിലും തട്ടുകേടുണ്ട്, കുഴപ്പത്തിലാണ്, നമ്മൾ ആധ്യാത്മികമായിട്ട് കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ നമുക്ക് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അമ്മ അവിടെ ജാമ്യക്കാരത്തിയാവും. അതാണ് നമ്മൾ രക്ഷപ്പെടണത്. ഈ മനുഷ്യന്മാരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം പിന്നിൽ അമ്മയുടെ ജാമ്യമാണ്. അമ്മ അതിൻ്റെ ജാമ്യം എടുക്കും. കാര്യം വെച്ചാൽ, നീ അനുതപിച്ച് വരുന്നിടത്തോളം കാലം നീ അനുതാപത്തിലേക്ക് വന്ന് കൃപയിൽ നിനക്ക് സ്വന്തം കാലം നിൽക്കും. കൃപയിൽ സ്വന്തം കാലം നിൽക്കുന്നൊരു കാലമുണ്ട് ഉടമ്പടിയിൽ. ആ അമ്മയുടെ പോലും സപ്പോർട്ട് വേണ്ടാതെ നമുക്ക് നിൽക്കുന്നൊരു കാലം ഉണ്ടാവും. ആ കാലം വരെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പാടാം. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ പ്രിയ ഷൈജു അവൾക്ക് പെട്ടെന്ന് ഒരു ഈ ഡിസ്ക് ബൾജാവും. ഇങ്ങനെ ഒരു നോർമൽ ഫാമിലിയാണ്. അത്യാവശ്യം കുഞ്ഞ് ചെറിയ ചെറിയ ജോലിയൊക്കെ കൊണ്ട് ചിലവെല്ലാം നിവർത്തിക്കൊണ്ട് പോകുന്ന ഒരു കോമൺ നോർമൽ ഫാമിലിയാണ്. നിങ്ങൾക്കറിയാം, നോർമൽ ഫാമിലിയൊക്കെ ഒരാളിൻ്റെ ജോലി പോയാൽ പിന്നെ എല്ലാം തകിടം മറിയും. അപ്പനുണ്ട്, അമ്മയ്ക്കും ജോലിയുണ്ട്, ചെറിയ ജോലികൾ കൊണ്ട് അവരങ്ങനെ ജീവിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു ഏർപ്പാടാണ്. അതിനിടയ്ക്ക് പെട്ടെന്ന് ഇവരുടെ ഡിസ്ക് ബൾജാവും, നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഇതെങ്ങനെ ഇത്രയും നാളെ ജീവിച്ചെന്നൊക്കെ ചോദിക്കും. ഡോക്ടർ എങ്ങനെ ഇവിടം വരെ വന്നു എന്നൊക്കെ ചോദിക്കും. ഈ ഡിസ്കും വെച്ചോണ്ട്, ഈ നടുവും വെച്ചോണ്ട് എങ്ങനെ ഇവിടം വരെ വന്നു എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവസാനം ബെൽറ്റ് ഇട്ട് വിടും.
പിന്നെ പണി ചെയ്യാനും പറ്റത്തില്ല, പണിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യമാണ്. കാര്യം ഈ അമ്മയെക്കുറിച്ച് മകൾക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. അവൾ പഠിക്കണ കുട്ടിയാണ്. അമ്മ ഒരുവിധം പ്രാർത്ഥിക്കുകയും ദൈവത്തിന് ഒപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാലും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ പോലെ ജീവിച്ചിട്ടും ഡിസ്ക് അകന്നുപോയി, നടക്കാൻ പറ്റാത്ത ബെൽറ്റ് ഇട്ടിട്ട് നടക്കേണ്ടി വന്ന്. അപ്പം മകൾ ചോദിക്കും, ഇത്രയും കണ്ട അമ്മ ദൈവമേ എന്ന് പറഞ്ഞ് നടന്നിട്ട് നടുവ് പോയില്ല എന്ന് പറയും. എന്നിട്ട് ഒരു ദിവസം അവൾ സങ്കടത്തോടെ അമ്മയോട് ചോദിക്കും, അമ്മ നമ്മൾ ഇത്രയും ദൈവത്തെ വിളിച്ച്, അല്ലെങ്കിൽ നമ്മളല്ല, അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ അമ്മയ്ക്ക് വന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും. അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ അവൾക്ക് അത് ടാലി ആകണില്ല. എല്ലാവരും ദൈവത്തെ വിളിക്കണത് എന്തിനാ? നമ്മുടെ ക്ലേശങ്ങളൊക്കെ മാറിയിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. അമ്മ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അമ്മയുടെ ക്ലേശം മാറണില്ല. പുതിയ ക്ലേശങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവൾക്കത് മനസ്സിലാവണില്ല. അവൾ കൊച്ചല്ലത്, പക്ഷെ അവൾക്കത് മനസ്സിലാവണില്ല. അപ്പം ഞാനും വലുതാവുമ്പോൾ ദൈവത്തെ വിളിക്കാനൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വിളിച്ചാളിൻ്റെ അവസ്ഥ ഇതല്ലേ. അതാണ് പ്രശ്നം. വിളിച്ചാളിൻ്റെ അവസ്ഥ ഇതല്ലേ. ഇപ്പം ഞാൻ കൂടി വിളിച്ചിട്ട് എൻ്റെ നടുവ് കൂടി പോകണമെന്നാണ് അവൾ ചോദിക്കണത്. ഞാനും കൂടി വിളിച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് എൻ്റെ നടുവും കൂടി പോകണത്. അപ്പോൾ ഈ അമ്മ മകളോട് പറയും, മോളെ അതേ നമ്മളെ ദൈവം അഗ്നിശോധന ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഉലയിലിട്ട് കഴിഞ്ഞാൽ അത് തിളങ്ങും. അങ്ങനെ നമ്മുടെ കറകൾ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവൾക്കത് മനസ്സിലായില്ല. എന്നിട്ട് അവൾ ഈ കറ കളഞ്ഞിട്ട് ഇത് എന്തിനാണെന്നുള്ളതാണ്, ഇത് പണയം വെക്കാൻ പോണോ വിൽക്കാൻ പോണോ എന്നുള്ള അവൾ ചിന്തിക്കണത്. ഇനി നമ്മൾ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് അവൾക്കതിനകത്ത് നമുക്ക് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ നടുവിലല്ല. ഇപ്പോൾ കൊച്ചു ചിന്തിക്കണ ആ രീതിയിലാണ്. അവളെ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ അമ്മയ്ക്ക് അത് മനസ്സിലാകും, നമ്മൾ സ്വർണ്ണമാണെന്നും ദൈവം ഈ സഹനത്തിൻ്റെ തീയിലിട്ടുകൊണ്ട് നമ്മളെ ഉരുക്കി നമ്മളെ ജ്വലിപ്പിച്ച് കറകളഞ്ഞെടുക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്ന ദൈവരഹസ്യം കൊച്ചിന് മനസ്സിലാവത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി കൃപ വേണമെന്ന് പറയണത്. അമ്മയ്ക്ക് ഒരേ സാധനം തന്നെ, ഒരേ സത്യം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി, കൊച്ചിന് മനസ്സിലായില്ല. ഇതാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പ്രത്യേക കൃപ വേണമെന്ന് പറയണത്. ഒരേ സമയം തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞുള്ള അമ്മയ്ക്ക് മനസ്സിലായി, വിദ്യാഭ്യാസമുള്ള മകൾക്ക് ക്രിസ്തുവിനെ മനസ്സിലായില്ല. അപ്പം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു കൃപ വേണം. കൃപയ്ക്ക് ബൈബിൾ പറയണത് ആകർഷണമെന്നാണ്. നിങ്ങൾക്കൊരു ആകർഷണമില്ലേ? ഇപ്പം അതായത് നോക്കുക, അതായത് യോഹന്നാൻ 6:44 എടുത്ത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലപ്പുഴ വരെ വണ്ടി കയറി വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ നാളെ പോകാം, മറ്റന്നാൾ പോകാം, മഴ മാറട്ടെ, മഴക്കാലം മാറട്ടെ, അങ്ങനെ പല ഇടാകൂടങ്ങൾ നമ്മൾ മാറ്റി വെക്കുമ്പോഴും ചില ആൾക്കാർ ഒന്നും മാറ്റി വെക്കാതെ കണ്ണും പൂട്ടി വരും. ഇതാണ് ആകർഷണം എന്ന് പറയണത്. പിടിയിട്ടില്ലേ? അതെന്താ പറയുക? അത് 6:44 ഒരിക്കലും യോഹന്നാൻ 6:44 എടുത്ത്. എന്നെ അയച്ച പിതാവ്, ഒന്ന് പറഞ്ഞേ, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ഈ ആകർഷിപ്പിന് ഇപ്പം നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ ആകർഷിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾ വന്നിരിക്കണത് അല്ലേ? ഈ ആകർഷിപ്പിനെയാണ് പ്രഥമ കൃപയെന്ന് പറയണത്, ബേസിക് ഗ്രേസ് എന്ന് പറയുന്നതിനാ. ഈ ബേസിക് ഗ്രേസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ബേസിക്സ് ഇല്ലേ? ഒരു വീട് കെട്ടണമെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ ഇല്ലേ? ഫൗണ്ടേഷൻ ഗ്രേസ്. ഇപ്പം നിങ്ങൾ ബ്യൂട്ടീഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്കുണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. കൃപയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ആകർഷിപ്പാണ്. വൺസ് നിങ്ങൾ ആകർഷിപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷനായി, എന്താ അടിത്തറയായി. ഇനി കെട്ടിപ്പൊക്കണത് മാതാവ് കെട്ടിപ്പൊക്കിക്കൊള്ളൂ. പ്രധാനപ്പെട്ട കാര്യം എന്താണ്?
കാര്യം വീടിൻ്റെ മൊത്തം എസ്റ്റിമേറ്റിൻ്റെ 1/3 ഫൗണ്ടേഷൻ പോകും ചില സമയത്ത്. ഫൗണ്ടേഷൻ അതാണ് പ്രശ്നം. ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ മൊത്തം ശരിയാകാതെ വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇവിടം വരെ എത്തിവിടുമ്പോൾ തന്നെ 33% ഗ്രേസായി, 33% കാര്യങ്ങൾ തീരുമാനമായി. അത് ദൈവത്തോട് അതുകൊണ്ട് നന്ദി പറയണം. പ്രാർത്ഥിച്ച ദൈവമേ ഞങ്ങൾക്ക് ഈ കണ്ണീരിന്റെ കാലത്ത് നിന്റെ സന്നിധാനത്തിൽ എത്തിപ്പെടാൻ ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. ശ്രുതിക്കട്ടെ. ആകർഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. കൈയടിച്ചോണ്ട് ക്ലേശകാലത്ത് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ കയറ്റിലെത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ കയറ്റിലെത്തും. ക്ലേശകാലത്ത് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ കയറ്റിലെത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ കയറ്റിലെത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴേ പ്രിയ മകളോട് പറഞ്ഞ വചനം ഏതാണ്? 1 പത്രോസിന്റെ 1:7 എടുത്ത് 1 പത്രോസ് 1:7 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. പ്രിയ മകളോട് പറഞ്ഞു, മകളെന്താ പറയുന്നത്? നമ്മൾ ഇത്രയും അമ്മ ഇത്രയും ദൈവത്തോട് അടുത്തിട്ടും അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെ മുടന്തി നടക്കുന്നത്, ഇതുപോലെ ക്ലേശങ്ങൾ വരണതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ മകളോട് പറയുന്ന മറുപടി എന്താണ്? നമ്മളെ അഗ്നിശോധന ചെയ്യുകയാണ്. അഗ്നിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറകൾ പോകും, വിശുദ്ധീകരണമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ആ വചനം മകൾക്ക് മനസ്സിലാകണില്ല. ഈ മനസ്സിലാകാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തതിൻ്റെ കാരണം എന്താണ്? അവൾക്ക് ആകർഷിപ്പില്ല. യോഹന്നാൻ 6:44 എന്താണ്? ക്രിസ്തുവിനെ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കറിയാവില്ല, ക്രിസ്തുവിനെ ഞാൻ മസ്റ്റിൽ പിടിച്ച് ക്രിസ്തുവിനെ മനസ്സിലാക്കിയേക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ ഭയങ്കര ബുദ്ധിമാന്മാരെക്കാൾ എളിയവർക്ക് ദൈവം വെളിപ്പെടുത്തുകയും ചെയ്യും. അതെന്തിന്? ആകർഷിപ്പിൻ്റെ പേരില്ല. ദൈവം അതിനുള്ള വരം കൊടുക്കും, ക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള വരം കൊടുക്കും. ഇപ്പം ഈ പ്രിയക്ക് ആ വരമുണ്ട്, അമ്മയ്ക്ക് ആ വരമുണ്ട്. അതുകൊണ്ട് ഈ ക്ലേശങ്ങൾ പോലും അവളെ അധികം അലട്ടണില്ല. അവൾ ഈ 1 പത്രോസിൻ്റെ 1:7 പറഞ്ഞിരിക്കുന്ന പോലെ നശ്വരമായ സ്വർണത്തെക്കാൾ നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസം. നിന്റെ കയ്യിലിരിക്കുന്ന വിശ്വാസം, നിനക്കിപ്പോൾ ഉള്ള വിശ്വാസം, അതിന് വിലയുള്ളതാണോ വില കുറഞ്ഞതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അതിന് വില ഉള്ളതാണോ വില കുറഞ്ഞതാണോ എന്നെങ്ങനെ അറിയാൻ പറ്റും? പരീക്ഷകളെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസം വിലയുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷ കഴിയാത്ത ഒരു സാധനവും, ഇപ്പം
പ്രിയയുടെ മകളുടെ വിശ്വാസമുണ്ട് അവൾക്ക്, പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല. അതിനൊന്നും ഇപ്പോൾ പരീക്ഷിക്കത്തില്ല, അപ്പം തന്നെ ചത്തുപോകുന്ന അറിയാൻ തീയതിന്. അതിനൊക്കെ ഇപ്പോൾ പരീക്ഷിക്കത്തില്ല. പരീക്ഷിക്കണമെങ്കിൽ ഒരു മിനിമം ഹാജറില്ലാത്ത ആൾക്കാർക്ക് പരീക്ഷ ഇടുക. മിനിമം ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു മിനിമം ഹാജറില്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് അവർ ഇരുത്തത്തില്ല. അതുപോലെ നിനക്കൊരു പരീക്ഷ വേണമെങ്കിൽ കർത്താവിൻ്റെ അടുത്തൊരു മിനിമം ഹാജർ നിനക്ക് വേണം. അമ്മയ്ക്കതുണ്ട്. അവളുടെ വിശ്വാസം വിലയുള്ളതാണ്. വിശ്വാസം നമുക്കുണ്ടാകാം, പക്ഷേ വില എന്തുണ്ട്? അത് യൂറോയാണോ, അതാ ഡോളറാണോ, അല്ല രൂപയാണോ? മൂല്യം $1 ഒരു യൂറോ ഉണ്ട്, ഒരു രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഭയങ്കര വ്യത്യാസമുണ്ട്. അതിന് ക്രയശേഷി ഭയങ്കര വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ വിശ്വാസത്തിൻ്റെ ക്രയശേഷി എന്ന് പറയുന്നത്, നിനക്കൊരു വിശ്വാസമുണ്ട്, അതിന് ക്രയശേഷി ഉണ്ടോ? അത് കൊടുത്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റാൻ മാത്രം നിങ്ങളുടെ വിശ്വാസം വിലയുള്ളതാണോ എന്നറിയാൻ എന്താ മാർഗം? ഇത് ക്ലേശങ്ങളിലൂടെ ആർക്ക് കടന്നു പോകാം. പക്ഷെ നീ വിശ്വാസിയാകുമ്പോഴേ നീ വിശ്വാസത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നിനക്ക് പോകാം. എന്താണത്? നിനക്ക് മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ടയാൾ ഉത്ഥാനം ചെയ്തിട്ടുണ്ട്. അതാണ് നിൻ്റെ ഒരു പിടിപ്പെന്ന് പറയണത്. ഒരു പിടിപ്പില്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഴിവില്ലാത്ത മനുഷ്യനാണെന്നാണ്. ക്രിസ്തുവിൻ്റെ കഴിവെന്താണ്? നിനക്കും എനിക്കും മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ടിട്ട് അതിലൂടെ അവൻ ഉത്ഥാനം ചെയ്തിട്ട് ഇന്നും നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മൾ അവനെ ദൈവമെന്ന് വിളിച്ച് യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നദരം കൊണ്ട് ഏറ്റുപറയുമ്പോഴേ ദൈവം അവനെ മരിച്ചോർന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴേ അവൻ നേടിയെടുത്ത കൃപ, രക്ഷ നമ്മൾക്ക് ഇന്നും പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസം വിലവെപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ഒരു ഉത്തരവാദിത്തമാണ്. വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല, കേവല വിശ്വാസമായിരിക്കും. അതിനെ വിലവെപ്പിച്ചെടുക്കണം എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ ഉടമ്പടി തേലം തേക്കുന്നു, ചെറുതായിട്ടും തേച്ചാൽ മതി, അപ്പം തന്നെ ഹാർട്ട് അസുഖം മാറും. പക്ഷേ എന്നോട് പറഞ്ഞിരിക്കണത് ഇപ്പം തേക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കണത്. എന്താ കാര്യം? നിൻ്റെ സഹനം ഇനിയും നീട്ടി തന്നിട്ടുണ്ട്. എനിക്ക് കിഡ്നിയുടെ അസുഖമുണ്ട്, പക്ഷേ ഞാനത് ബോധപൂർവ്വം എനിക്കറിയാം എൻ്റെ അസുഖം മാറേണ്ട കാലം ചിലപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ സെക്കൻഡുകൾക്ക് കിട്ടും. എന്നോട് പറയും, നിനക്കത് അസൈൻമെൻറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്, നിനക്കത് കൃപയുടെ ഭാഗമായി തന്നിരിക്കുകയാണ്. നീ കൈ ഉയർത്തുമ്പോൾ നിൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ അലിവ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ പിടാസനെ പങ്കെടുത്തതിൻ്റെ ക്രെഡിബിലിറ്റി നിൻ്റെ കയ്യിൽ ഉണ്ടാകണം. അതുകൊണ്ട് നിൻ്റെ സഹനങ്ങൾ ഇപ്പോഴെങ്കിലും ഞാൻ മാറ്റത്തില്ല. കാര്യം സഹനമാണ് ബലമെന്ന് പറയണത്, ക്രിസ്തുവിൻ്റെ ബലം. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് എന്താ ബലം? കുഞ്ഞുങ്ങൾക്ക് ബലം കരച്ചിലാണ് ബലം. പക്ഷികൾക്ക് എന്താ ബലം? ആകാശമാണ് ബലം. അതുപോലെ തന്നെ മത്സ്യത്തിന് എന്താ ബലം? ജലമാണ് ബലം. ഒരു വിശ്വാസിക്ക് എന്താ ബലം? സഹനമാണ് ബലം. കൈയടിച്ച് കർത്താവേ, ഞങ്ങളുടെ ബലങ്ങൾ അഭിഷേകം ചെയ്യണമേ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. സന്തോഷത്തോടെ സ്വരത്തിൽ പാടുക, കൈയടിച്ചോണ്ട്. കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴാകപ്പാടെ ഒരു വല്ലാത്ത ഒരു അലൈൻമെൻ്റ് എല്ലാം തെറ്റിപ്പോയി. നടുവ് പോയപ്പോഴേ, പ്രിയയുടെ നടുവ് പോയപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാതെ വന്ന്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റാതെ വന്ന്, കടക്കാർക്ക് സമയത്ത് അവർ പറയുന്ന കടങ്ങൾക്ക് പരിഹരിക്കാൻ കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാൻ പറ്റാതെ വന്ന് എല്ലാം താറുമാറായി താളം തെറ്റിപ്പോവും. ചിലക്കൊരു പാണം കുരിശ് വന്നാലും ശരി കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറത്തില്ല. അവരെന്താണ് അതിജീവിച്ച് വിലയുള്ള വിശ്വാസത്തിലേക്ക് വന്നവർ. അഗ്നിശോധനയെ അതിജീവിച്ച് വിലയുള്ള വിശ്വാസമാണ്. കാര്യം നിസ്സാര കാര്യത്തിന് അവൾ തൊടാൻ പറ്റത്തില്ല. അവർ ജീവിതത്തിൽ ജയിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം അതാണ്, നമ്മൾ ജീവിതത്തെ ജയിച്ചുകൊണ്ടേയിരിക്കും. കൈയടിച്ച് കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് എന്താ? വെർച്വൽ കവനന്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. വെർച്വൽ ഉടമ്പടി എന്ന് വെച്ചാൽ പിൽഗ്രിം ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടിയല്ല. എന്താണ് ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കൃപാസനത്തിൽ വരാൻ വേണ്ടി ഈ പ്രിയ തീരുമാനിക്കും, പക്ഷെ വരാനുള്ള പാങ്ങില്ല, സമയം വെക്കണില്ല. ചിലപ്പോൾ സാമ്പത്തിക വിഷയമായിരിക്കാം. അവർക്ക് വരാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. ഉടമ്പടിയെക്കുറിച്ചൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട്. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ഈ ഏകലവ്യനെ പോലെ അസ്ത്രവിദ്യ പഠിക്കും. അതാണ് ഏകലവ്യൻ ഗുരുവില്ലാതെ പഠിക്കും. ഗുരുവില്ലാതെ അസ്ത്രവിദ്യ പഠിച്ചിട്ട് അല്ല ദ്രോണാചാര്യർ ഗുരുദക്ഷിണ ചോദിക്കണത് കൈ മുറിച്ചോണ്ട് പോകാൻ. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഇവള് ഉടമ്പടി പാലിച്ച് ജീവിക്കും. ഇവിടെ വന്നിട്ടില്ല, ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അറിയത്തില്ല, വെർച്വൽ ഉടമ്പടി. എന്നാൽ ദൈവമായിട്ട് ഈ സഹനത്തിൻ്റെ കാലത്ത് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള വചനം വായിക്കും, പറ്റുന്നവരൊക്കെ സഹായിക്കും, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നോക്കിയെടുത്തിട്ട് തന്നെത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ വീട്ടിലെ കഷ്ടപ്പാടും അമ്മയുടെ പ്രാർത്ഥനയും കണ്ടപ്പോഴാണ് മകൾ ചോദിച്ചത്, ഇത്രയൊക്കെ പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചോദിക്കണത്. അവൾക്കത് പിടികിട്ടിട്ടില്ല, ടാലി ആകണില്ല. അനുഭവങ്ങളും ആത്മീയതയും തമ്മിൽ ടാലിയാകാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്കറിയാവുന്ന ഭാഷയിൽ അവൾ മകളെ ഉത്ബോധിപ്പിക്കും, പക്ഷെ മകൾക്കതൊന്നും മനസ്സിലാവത്തില്ല. പിന്നീട് വെർച്വൽ ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ഇവളുടെ മനസ്സിൽ വെർച്വൽ ഉടമ്പടിക്ക് ഒരു സംഭവം നടക്കും. എന്താ, വെർച്വൽ ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് ആ ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ സത്യസന്ധത ദൈവത്തിന് മനസ്സിലാകുമല്ലോ. അപ്പോൾ അവൾക്ക് ആന്തരിക ബോധ്യം കൊടുക്കും. പറഞ്ഞു, നീ എന്നാണ് കൃപാസനത്തിൽ വരുന്നത് അന്ന് മുതൽ ഞാൻ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറയും. ആ ഒരു ആന്തരിക ബോധ്യം കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പ്രിയ കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വന്ന് ആ വരണ സമയത്ത് ഇവിടെ ഇതിൻ്റെ സമയമാകും, അർത്തങ്കിലേക്ക് നടന്നു പോണ റാലിയുടെ സമയമാകും. അപ്പോൾ പറയും, മാതാവേ ഞാനീ നടുവും വെച്ചോണ്ട് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടുവും വെച്ചോണ്ട് എങ്ങനെ നടക്കണം, വീട്ടിൽ തന്നെ എനിക്ക് നടന്ന് വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോഴും മാതാവ് പറയും, നീ നടന്നിട്ടല്ലേ ബാക്കി കാര്യം പറയണമെന്ന് ചോദിക്കും. ഇവിടെ നടക്കാൻ അത് രണ്ടും കൽപ്പിച്ച് റാലിക്ക് വരും. റാലിക്ക് വന്ന് നടക്കണ സമയത്ത് മാതാവ് പറയും, ബെൽറ്റ് ഊരി കളടി എന്ന് പറയും. ഉടനെ ആ സെക്കൻഡിൽ മുമ്പും പുറകും നോക്കാതെ ഇവൾ നടുവിൻ്റെ ബെൽറ്റ് എടുത്ത് ഊരി കളഞ്ഞിട്ട് നടക്കാൻ തുടങ്ങും. അത് അർത്ഥെങ്കിൽ അവരെ അങ്ങ് നടക്കും. ഇതാണ് വെർച്വൽ ഉടമ്പടി. അപ്പം നമ്മൾ നേരത്തെ ചെയ്യണ കാര്യങ്ങൾ വിശ്വാസിച്ച് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം അതിങ്ങനെ കുറിച്ച് വെക്കണ പോലെയാണ്. എന്നിട്ട് എന്താണ്, ആന്തരിക ബോധ്യം നൽകും. അപ്പോഴേ അവളൊരു പ്രാവശ്യം മകളോട് പറയുവേ, അപ്പോൾ ഇവളുടെ പഠനം ശരിയാകുന്നില്ല. ഇവൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇവൾക്ക് പഠനവുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. പഠിക്കുന്ന അനുസരിച്ച് മാർക്ക് വീഴുന്നില്ല. വീട്ടിലെ കഷ്ടപ്പാടും എല്ലാം കൊണ്ടാണ് പഠിക്കുന്നുണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ചിട്ട് ആൻസർ ചെയ്തിട്ട്
ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കില്ല. അപ്പോൾ ഉടനെ മകള് വിശ്വാസമില്ലാതെ, അമ്മയുടെ വിശ്വാസം ഉണ്ടെങ്കിലും മകൾക്ക് വിശ്വാസമില്ലെന്ന് പ്രിയക്ക് മനസ്സിലായിട്ട് മാതാവിനോട് പറയും, മാതാവേ ഇവക്ക് വിശ്വാസം കൊടുക്കണം, എന്തെങ്കിലും നീ ചെയ്യണം. എനിക്ക് നടുവില്ലെങ്കിലും, സുഖപ്പെട്ടതിന് മുമ്പുള്ള ഡയലോഗാണിത്, എനിക്ക് നടുവില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുമെന്ന് നിനക്കറിയാമല്ലോ, പക്ഷേ എൻ്റെ മകൾ വിശ്വസിക്കത്തില്ല, അവൾക്ക് എന്തെങ്കിലും അടയാളം കൊടുക്കണമെന്ന് പറയും. ഉടനെ മാതാവ് 50 എഴുതി കാണിക്കും. ഉടനെ മകളോട് പറയും, നിനക്ക് 60-ൽ 50 മാർക്ക് കിട്ടും. ഉടനെ വിളിച്ച് ഇരിക്കും. കാര്യം 40 പോലും കിട്ടാനുള്ള സാധ്യത അവൾക്കില്ല, കിട്ടിയ ചരിത്രവും ഇല്ല. പക്ഷേ എൻ്റെ പരീക്ഷ എഴുതും, പരീക്ഷ കുളമായിപ്പോയി. റിസൾട്ട് നോക്കാൻ നേരിട്ട് പോകുമ്പോൾ ഇവളിങ്ങനെ വിശ്വസിക്കണില്ലെങ്കിലും അമ്മയുടെ വാക്കിൽ ഇവൾക്ക് വിശ്വാസമുണ്ട്. അമ്മ പറഞ്ഞല്ല 50 ഞാൻ റിസൾട്ട് നോക്കാൻ പോകണം കേട്ടാന്ന് പറയും. റിസൾട്ട് നോക്കാൻ പോയപ്പോൾ അവിടെ 50 മാർക്ക്. അപ്പോൾ ഇവൾക്ക് സംശയമായി, എൻ്റെ പരീക്ഷ പൊട്ടയിടുന്നല്ല, എനിക്ക് 50 മാർക്ക് കിട്ടാൻ പോകണമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കും. എനിക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോഴേ അമ്മ പറയും, നിനക്ക് ഇതിനേക്കാൾ വലിയ മാർക്ക് തരാമെന്ന് മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇപ്പം എന്നാ സംഭവിച്ചു? +2 റിസൾട്ട് വന്നപ്പോൾ 600-ൽ 600. ഇതെന്ന് പറയുന്നത് വിലയുള്ള വിശ്വാസത്തിൻ്റെ വിലയാണത്. പഠനത്തിൽ തകർന്ന മകൾക്ക് അവളുടെ മെറിറ്റിലല്ലാതെ അവളെ ഈ മാർക്ക് കിട്ടാനുള്ള കാരണം എന്താ അറിയാമോ? പ്രിയ അമ്മ മാതാവിനോട് പറയും, മാതാവേ അവൾ വിശ്വസിക്കണം. ഇപ്പം അവൾക്ക് മാർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും, അത് നിനക്കറിയാമല്ലോ. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല, അവൾ കൂടി വിശ്വസിക്കണം, അതാ വിഷയം. അപ്പോൾ അവൾ കൂടി വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ മകൾക്ക് വേണ്ടി മാതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുകയും, അത് പക്ഷേ പ്രിയയെപ്പോലെ എല്ലാവരും പറഞ്ഞാൽ ഏക്കത്തില്ല. എന്താ കാര്യം? ഈ ഇല്ലാത്ത നടുവും വെച്ചുകൊണ്ട് ആണ് അവൾ വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1-10-1:7 എന്താ പറയണത്? അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം സ്വർണത്തെക്കാളും വിലയുള്ളതാണ്. അപ്പം പ്രിയയുടെ വിശ്വാസം ശോധന ചെയ്യപ്പെട്ട വിശ്വാസമായത് കാരണം വില പേശാൻ പറ്റിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇൻട്രാക്ഷൻ ലെവലിൽ വരണത്, കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വരണത്. ഉടമ്പടി ഏറ്റവും വലിയ സംഭവം വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ എപ്പോഴും ഉടമ്പടി നിങ്ങൾ കറക്റ്റായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കും. കമ്മ്യൂണിക്കേഷൻ അറിയാമല്ല, മാതാവ് സംസാരിക്കും, ഉള്ളിൽ ബോധങ്ങൾ തരും, ഉള്ളിൽ ബോധങ്ങൾ തരും. ഇനി ബോധങ്ങൾ തരാതെ തന്നെ സ്വപ്നങ്ങളുണ്ടാവും. സ്വപ്നങ്ങൾ കാര്യം ഒരു ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ ബൈബിൾ കാലം കഴിഞ്ഞാൽ, ബൈബിൾ കാലം സ്വപ്നങ്ങളുടെ കാലമാണ്. പക്ഷേ ബൈബിൾ കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ നടന്നിരിക്കുന്ന ഉടമ്പടിയിലാണ്. അതിങ്ങനെ നോക്കിയാൽ മതി. എല്ലാ സാക്ഷ്യം നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവും. ഇപ്പോൾ വിൻസിയുടെ സാക്ഷ്യം എന്താ? വിൻസിയുടെ സാക്ഷ്യം, വിൻസിയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, കോയമ്പത്തൂരുകാരത്തിയാണ്. മലയാളം തമിഴും കൂടി ചേർത്താണ് ഇവിടെ സാക്ഷ്യം എന്നല്ല പറഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവളുടെ അപ്പൻ ഒരാൾ ജോലി പോകണ്ടേ, അവർക്ക് ഒറ്റമുറിയായിട്ടുള്ള ഒരു വീടാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് കട്ടിലിട്ട് കിടക്കേണ്ട അപ്പനുണ്ട്, അമ്മയുണ്ട്, മകളുണ്ട്. അപ്പന് ഡ്രൈവറായിട്ടുള്ള ജോലിയാണ് ഉള്ളത്. അതുകൊണ്ട് കുടുംബം പോറ്റണം. ലോണ് ചോദിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ട് വീട് വെക്കാനും പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പോലും ഇടമില്ല. ഇതാണ് ഇവരുടെ സങ്കടം. അപ്പം അങ്ങനെ സങ്കടത്തിൻ്റെ കാലത്ത് ഇവർക്ക് ഒരു പത്രം കിട്ടും. പത്രം കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വരണ്ടേ, കോയമ്പത്തൂരിൽ നിന്ന് ഇവിടം വരെ വരണ്ടേ. അപ്പോൾ 2-3 പ്രാവശ്യത്തെ ഈ ഡ്രൈവറിൻ്റെ ദിവസ വരുമാനം കൂട്ടിയാലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. 2-3 ദിവസത്തെ ഡ്രൈവറിൻ്റെ ദിവസ വരുമാനം കൂട്ടിയാൽ അവർക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനെ അവർ എക്സ്പെൻഡിച്ചർ മുടക്കി മുണ്ട് മുറുക്കി എടുത്ത് ഉടമ്പടി എടുത്ത ആൾക്കാരാണ്. മുണ്ട് മുറുക്കി എടുത്ത് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഒരു സ്വപ്നം കണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്താണെന്ന്.
അമ്മ സ്വപ്നമൊന്നും കണ്ടില്ല, കണ്ട സ്വപ്നത്തിലേ ഉള്ളൂ, വലിയ കഥകളൊന്നുമില്ല. ഒരു 4 നമ്പർ 4 ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും സ്വപ്നത്തിൽ നമ്പർ 4 എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം മകളോട് അമ്മ പറയും, വിൻസിയോട് അമ്മ പറയും, ഞാൻ ഇന്നലെ 4 എന്ന് എപ്പോഴും ഇങ്ങനെ എഴുതി കാണിക്കേണ്ട സ്വപ്നം കണ്ടെന്ന് പറയും. എന്നാ 4 എന്നറിയാൻ വേണ്ടായും. പക്ഷേ അന്ന് മുതൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ പെട്ടെന്ന് ഈ അപ്പന് ഒരു ബോധത ഉണ്ടാകും. എന്താണ്? അപ്പന് പണ്ട് ധൈര്യമില്ല. ഞാൻ ഉടമ്പടി എടുത്താൽ എങ്ങനെയാണ്, ലോൺ എടുത്താൽ നമുക്ക് കിട്ടുമോ, ലോൺ കിട്ടുമോ, കിട്ടിയാൽ നമുക്ക് വീട് വെക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ. അതുകൊണ്ട് മനസ്സിന് ധൈര്യമില്ല. മനസ്സിന് ധൈര്യമില്ലാതെ ഇപ്പം നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ 30-40 വയസ്സിനുള്ളിൽ ചെയ്യാൻ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന 40 വയസ്സിൻ്റെ ശേഷം അപൂർവം പേരെ റിസ്ക് എടുക്കത്തുള്ളൂ. അങ്ങോട്ട് പ്രായമാകുന്നവർക്ക് റിസ്ക് കുറഞ്ഞ് എടുക്കത്തുള്ളൂ. നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് ദാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും പ്രായമായി കഴിഞ്ഞാൽ ചെയ്യത്തില്ലല്ലേ, ആൾക്കാരും ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിടിച്ച് ചെയ്യത്തുള്ളൂ. ചെറുപ്പക്കാർ മാത്രമേ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ. പ്രായമായ ആൾക്കാർ സ്വാഭാവികമായിട്ടൊരു ഡിഫൻസ് വരും അവിടെ. അപ്പം അങ്ങനെ ഉണ്ടാകൊണ്ട് ഈ എങ്ങനെ ആര് തിരിച്ചടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് പേടിയായിരുന്നു. ഉടമ്പടി എടുത്തോടുകൂടി മാതാവ് ആദ്യം ചെയ്തത് ഈ പേടി എടുത്ത് മാറ്റി. അപ്പനുടനെ പറഞ്ഞു, എടി നമുക്ക് ലോൺ എടുക്കാം, എടി കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ അത് ഇത്രയും നാൾ 10-12 കൊല്ലമായിട്ട് ലോൺ എടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ ഉടമ്പടി എടുത്തപ്പോൾ മനസ്സ് മാറി. അവർ അതുപോലെ തന്നെ ബാങ്കിൽ ചെന്ന് ചോദിക്കുകയും ചെയ്ത് ലോൺ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സായി. നിങ്ങൾക്കറിയാമല്ലേ, മരിയൻ ചാനൽ എന്ന് പറഞ്ഞാൽ പിന്നെ സ്പീഡായിരിക്കും ഭയങ്കര, ആരും തടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഐസയാർ വായിക്കണ പോലെയാണ്, ഞാൻ അടച്ച വാതിൽ ആരും തുറക്കത്തില്ല, തുറന്ന വാതിലാരും അടക്കത്തുമില്ല. മനുഷ്യൻ്റെ കഴിവ് അവിടെ വരത്തില്ല. സ്വാഭാവികമായ സ്പീഡിൽ നിന്ന് ഇത് സാധാരണ ഇതിന് വേണ്ട ഒരു സ്പീഡിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ അവർക്കൊരു സ്ഥലം ഒരു കാട്ടുപ്രദേശത്തുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ സ്ഥലം വെട്ടി വെളുപ്പിക്കുമ്പോൾ അത് അളന്ന് അതിൻ്റെ ലോൺ അനുവദിക്കണമെങ്കിൽ അതിൻ്റെ സ്കെച്ചും പ്ലാനും എഴുതുകയും അളവും ഒക്കെ എടുക്കണ്ടേ. അളന്നപ്പോൾ അത് 4 സെൻറ്റാണ്. അപ്പോൾ സ്വപ്നത്തിൽ ആദ്യത്തെ 4 കറക്റ്റായി. പതുക്കെ വരികയാണേ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മാതാവാണ് നയിച്ചുകൊണ്ടിരിക്കണമെന്ന്. എന്നിട്ട് അപ്പോൾ 4 സെൻറ്റായി. ഇനി വരണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം പഞ്ചായത്ത് വാർഡെന്ന് പറയണത് വീരപാണ്ഡ്യൻ, ഈ കട്ടബൊമ്മൻ എന്നൊക്കെ പറയുന്ന അവരുടെ പേരുകളാണ്. വീരപാണ്ഡ്യൻ പഞ്ചായത്തിൻ്റെ വാർഡാണ് 4-ാം വാർഡ്. അപ്പം 4-ാം വാർഡിൽ 4 സെൻറ്റ് സ്ഥലം, അതാണ് ഈ 4 കാണിക്കണത്. അപ്പോൾ 2-4 വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി മാതാവ് ഈ വിഷയം തന്നെയാണ് സ്വപ്നത്തിൽ കാണിച്ചിരിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മൂവ്മെൻ്റ് എന്ന് പറയണത് ഭയങ്കര 15 ദിവസത്തിനുള്ളിലാണ് അവിടെ സ്കെച്ചും പ്ലാനും. 1 കൊല്ലമായിട്ട് പോലും ആ പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ പാസ്സാകാത്ത ആൾക്കാരുണ്ട്. ഇവർക്ക് വെറും 15 ദിവസത്തിനുള്ളിൽ പ്ലാൻ പാസ്സായി കിട്ടും. അതായത് മാതാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ നടന്നിട്ട് ഇതെല്ലാം ചെയ്ത് പെടാന്ന് നടക്കും. അവർ 1 കൊല്ലത്തിനുള്ളിൽ വീട് വെച്ച് അതിനകത്ത് കയറി താമസിക്കും. പിന്നെ ഒരു 6 മാസത്തിനുള്ളിൽ പഴയ വണ്ടി വിറ്റിട്ട് പുതിയ വണ്ടി എടുക്കും. എന്തൊരു സ്പീഡാണ് ശരിക്കും. പ്രാർത്ഥിക്കാൻ 3 മുറിയും വലിയൊരു ഹോളുമാണ്. നീ ലാവിഷായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകില്ല. ഇത്ര നല്ല ദൈവത്തോടും
ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്നെ മുമ്പിൽ ഈ ആഴ്ചത്തെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയണത് രജി ചേച്ചിയുടെ സാക്ഷ്യമാണ്. അവർ ഇടുക്കിയിലാണ്. രജി തോമസിൻ്റെ സാക്ഷ്യം ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സാക്ഷ്യമാണ്. നിങ്ങളെപ്പോഴും എൻ്റെ സബ്ജക്റ്റ് എന്താ? നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെന്നാണ് എൻ്റെ സബ്ജക്റ്റ്. ഉടമ്പടിയും സൂക്ഷ്മതയും, ജാഗ്രതയല്ല, വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയേക്കാൾ ഉപരി പ്രസൻറ്റ് കണ്ടീഷനിൽ വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ, അതാണ് സൂക്ഷ്മതയെന്ന് പറയണത്. വർത്തമാനകാല ശ്രദ്ധയ്ക്കാണ് ഉടമ്പടിയിൽ സൂക്ഷ്മതയെന്ന് പറയണത്. ഇപ്പം അവരാ നാലിലൂടെ ആ ഒരൊറ്റ നമ്പരേ ഉള്ളൂ. നമ്പറിലൂടെയാണ് ആ മൊത്തം 1.5 കൊല്ലം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. 4 എന്നൊരക്കത്തിലൂടെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ചേട്ടത്തിക്ക് അത് കമ്മ്യൂണിക്കേറ്റഡായി. ആദ്യം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടില്ല. അത് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, മാതാവിൻ്റെ ലൈൻ എന്താണെന്ന് മനസ്സിലായി. ഇതൊരു രജിസ്ട്രേഷൻ്റെതും കമ്മ്യൂണിക്കേഷൻ്റെതാണ്. ഉടമ്പടി കവനൻ്റ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഉടമ്പടി കാലമാകുമ്പോഴേ പഴയതുപോലെ ഇങ്ങനെ വായി നോക്കികളായിട്ട് നടക്കരുത്. ഉടമ്പടി കാലമാകുമ്പോൾ എന്ത് സംഭവിച്ചാലും ശ്രദ്ധിക്കണം. എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനായിരിക്കും അത്. ആ സംഭവങ്ങളിലൂടെ നിങ്ങൾ സംഭവിക്കുന്ന എല്ലാത്തിനതും ഉണ്ടാകുമോ എന്നറിയത്തില്ല. പക്ഷേ സംഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ആര് വന്നാലും ആര് പോയാലും ഒരു ഫോൺ കോൾ പോലും ശ്രദ്ധിക്കണം. കാരണം കമ്മ്യൂണിക്കേഷൻ ഏത് വഴി ദൈവം ഏത് ഭൗതികമായ സാഹചര്യങ്ങളെയും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ രജി ചേച്ചിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് കാനഡയിൽ പോയി പഠിക്കണം, വിദേശത്ത് പഠിക്കണം. അവിടെ കയ്യിൽ 5 പൈസ ഇല്ല. അവരുടെ കയ്യിലുള്ള ആകപ്പാട് അവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മകൾക്ക് വിദേശ ജോലി വേണം, അതിന് 10-20 ലക്ഷം രൂപ വേണം. ആ ലക്ഷം രൂപയ്ക്ക് അവർ കണ്ടിരിക്കുന്ന വാഗ് കാട് പിടിച്ച് കിടക്കണ ഒരു പുരയിടമാണ്. ആ പുരയിടം ഇടുക്കിയിലാണ് സ്ഥലം. അപ്പം മല അടിവാരത്തായിരിക്കുമല്ലോ, അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ പുരയിടം വിൽക്കണം. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണ കാരണം വിൽക്കാനും ചിലപ്പോൾ സമയത്ത് പാടായിരിക്കും. ഇപ്പം കൃഷിയൊക്കെ കുറച്ച് നഷ്ടത്തിലൊക്കെ പോണ കാരണം ചില സമയത്ത് അതിനൊരു മടുപ്പ് തോന്നുന്നത് ശരിക്കും. അപ്പോൾ അതൊരു മെരിറ്റ് കുറവാണ്. മെരിറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവം? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒരു ഓപ്പറേഷൻ ഫോർമുല. അതാണ് അത് ബൈബിളിൻ്റെ മൊത്തം ഓപ്പറേഷൻ ഫോർമുല അങ്ങനെയാണ്. അപ്പോൾ മെരിറ്റ് പോയാലാണ് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടി വരുന്നത്. ഗ്രേസിന് വേണ്ടിയാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. ആ ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി, ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ കുറേ ഇവാഞ്ചലൈസേഷൻ, ഗ്രേസ് കിട്ടാൻ പറ്റിയ കുറേ അധികം ഫോർമുലയുണ്ട്. അതെല്ലാം നമുക്കിതൊക്കെ ചെയ്തെന്നും പറഞ്ഞതൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം മരിയൻ മീഡിയേഷനിലാക്കും നമ്മളെ. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ ആൾക്കാർ സാക്ഷ്യപ്പെടാൻ എന്തിനാണ്? എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അങ്ങനെ അതാണ് സംഭവം. ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ആൾക്കാർ ചെയ്യുന്ന എല്ലാവിധ വർക്കുകളും അതിൻ്റെ പിന്നിൽ ഇവർ വെക്കണ ഇൻറ്റൻഷൻ എന്താണ്? അത് അവർ പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ. അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. അത് ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല. സാക്ഷ്യം പറയാൻ വേണ്ടി വന്നവരെ സാക്ഷ്യം പറഞ്ഞ് പരത്തിയ അനുഭവ കഥകളാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെന്ന് പറയുന്നത്. അതൊക്കെ ഈ പെട്രോളിന് തീ പിടിക്കുന്ന പോലെ ഉടനെ ഈ ഉടമ്പടിക്ക് തീ പിടിക്കും. കാര്യം എന്താണ്? ഉടമ്പടി, കൃപാസനത്തിലെ ഉടമ്പടി എന്ന് പറയണത്, അതിൻ്റെ മുഴുവൻ ഇന്ധനം എന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. ഈ പ്രത്യക്ഷീകരണത്തെ ആര് സാക്ഷിയാകാൻ വേണ്ടി ചോദിച്ചാലും അവിടെ അലോട്ട്മെൻറ്റ്, ഗ്രേസ് അലോട്ട്മെൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മർമ്മം അറിഞ്ഞ് വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ. അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ, അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാൻ, ഞാൻ കൊച്ചിയിൽ പോകുമെന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഈ സാധനത്തിന് അക്കൗണ്ടബിൾ ആക്കണം. അക്കൗണ്ട് ആക്കണം ഏത് ഹെഡിങ്ങിലാണ്? മരിയൻ പാരിഷ് ഹെഡിങ്ങിൽ അക്കൗണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ. വല്ല ഹെഡിങ്ങിലാക്കിയിട്ട് കാര്യമില്ല. മരിയൻ കൃപാസനത്തിൽ 2004 ഡിസംബർ 7 നടന്ന സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട്
ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ പടയാളിയായി ഞാൻ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് നമ്മൾ ഹരിശ്രീ കുറിക്കേണ്ടത്, അല്ലെങ്കിൽ മിശിക തുണയ്ക്കുക എന്ന് കുറിക്കേണ്ടത്, ആദ്യാക്ഷരം ചെയ്യേണ്ടത്. ആദ്യാക്ഷരം കുറിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൈയടിച്ച് കർത്താവേ. പരിശുദ്ധ സാക്ഷികളായി ഞങ്ങൾ ഓരോരുത്തരെ മാറ്റണമേ എന്ന് കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ വാഗ്ദാനം തേടണമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ ഈ മർമ്മം എൻ്റെ മക്കൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ മർമ്മം കാര്യം ബിബ്ലിക്കൽ ഫോർമുല എവിടെ ആക്ടിവേറ്റ് ചെയ്താലും അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ട്, അത് നമുക്ക് ലഭിക്കാനുള്ള അർഹത നമുക്കുണ്ട്. പക്ഷേ ബൈബിളിൽ നിന്ന് എന്ത് ലഭിച്ചാലും അത് നോട്ട് ബൈ മെറിറ്റിലായിരിക്കും കിട്ടണത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലായിരിക്കും. പക്ഷേ അത് ഡിസേൺമെൻറ്റ് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, വേണ്ടെങ്കിൽ തരാതിരിക്കാം. ഇല്ലേ, അവിടെ പ്രശ്നം കിടക്കണത്. ദൈവത്തിന് വേണമെങ്കിൽ തരാം, വേണ്ടെങ്കിൽ തരാതിരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ദൈവം തരുമെന്ന് പറയുമ്പോൾ അതൊരു പക്ക ബിസിനസ്സല്ലേ. ആ രീതിയിലാണ് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെന്തോ അഭ്യാസം കാണിച്ച് ദൈവത്തിന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു വ്യാപാരം, ആധ്യാത്മിക വ്യാപാരമായിട്ട് വരും. കൃപാസനത്തിൽ നടക്കുന്നത് ബുദ്ധിബോധം ഇല്ലാത്തവൻ അങ്ങനെ പറയുന്നുണ്ട് വ്യാപാരമാണെന്ന്. പക്ഷേ കൃപാസനം നടക്കണത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിന്നെ മാറ്റണമെന്ന് പറയുമ്പോൾ ഈ വിഷയം നമ്മുടേതല്ല. ആരുടേതാണത്? നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ മകളുടെ രോഗം മാറ്റിക്കൊണ്ട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് മാത്രമേ ഒരാൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിൽ അത് നടക്കും. എന്താ കാര്യം? ആ വിഷയത്തിൽ നമ്മൾ അതിനകത്ത് നമ്മളുടെ വിഷയമല്ല, എന്താണ്? ദൈവത്തിൻ്റെ വിഷയമാണ്. ദൈവമാണ് അമ്മയെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, സമയഘടികാരം നെഞ്ചൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അത് അമ്മ ഏകപക്ഷീയമായിട്ടെടുത്ത തീരുമാനമല്ലത്. ഇന്ന് ത്രിത്വിക ദൈവത്തിൻ്റെ തിരുനാളിലാണ് ഇത് ഈ ഉടമ്പടി ധ്യാനം റെക്കോർഡ് ചെയ്യുന്നത്. ത്രിത്വിക ദൈവത്തിൽ ദൈവം ഒന്ന് ആകുമ്പോഴും ആ ദൈവത്തിന് 3 വ്യക്തിത്വമുണ്ട്. അതേസമയം സത്തയിൽ അത് ഏകമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി അത്രയും ബുദ്ധിമുട്ടെന്നുള്ള കാര്യമല്ല. അത് ഐസ് കട്ട പോലെ ഇരിക്കണമെന്ന് ഐസ് കട്ടയൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? ഒരു ഐസ് കട്ട ഇങ്ങനെ എടുക്കും, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവം? അതിങ്ങനെ കട്ടയായിട്ട് തന്നെ മെറ്റീരിയലായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. അതേസമയത്തിന് താഴേക്ക് വെള്ളമായിട്ട് അത് വീണുകൊണ്ടേയിരിക്കും. മുകളിലോട്ടത് വാതകമായിട്ടത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം മുകളിലോട്ട് വാതകമായിട്ട് പോണ സംഭവവും താഴേക്ക് വെള്ളമായിട്ട് വീഴുന്ന സംഭവവും കയ്യിലിരിക്കുന്ന ഐസ് കട്ടയും ബേസിക്കായിട്ടത് എന്താണ്? H2O ആണ്. സത്തയിൽ ഒന്നാണത്. ബേസിക്കായിട്ടത് H2O ആണ്. എന്താണ്? 2 ഹൈഡ്രജൻ H2, 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും, വെള്ളം. അത് വെള്ളം കട്ടയായിട്ടിരിക്കും, വെള്ളം വായുവായിട്ടിരിക്കും, വെള്ളം അതുപോലെ തന്നെ ഐസ് കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതുപോലെ ദൈവം 3 വ്യക്തിത്വം കാണിക്കുമ്പോഴും സത്തയിൽ ഒന്നാണ്. അതേസമയം തന്നെ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അമ്മയോട് പറഞ്ഞിട്ടാണ് കൃപാസനം അൾത്താരയിൽ സമയഘടികാരം നെഞ്ചൽ ചാർത്തി ഇന്ന് വരെ. മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് അപ്പാരിഷനാണ്. ഒന്നാമത്തെ ഡ്രസ്സ് തന്നെ സിൽവർ ഗ്രേ ആണ്.
അവസാന കാലത്തിൻ്റെ കാളിമയറിഞ്ഞിട്ടുള്ള ഡ്രസ്സാണ് സബകരം. അന്ത്യകാലത്തിൻ്റെ ഒരു സുവിശേഷം പോലെയാണ് വരണത്. എന്തിനെന്താണ്? ദുരന്തം ഉണ്ടാകാൻ പോണ്. എന്ത് ദുരന്തമായിരിക്കും? ദൈവത്തിന് ദുരന്തം. നമ്മൾക്കാണ് ഈ ദുരന്തം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഉരുൾപൊട്ടുന്ന ദുരന്തമാണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ദുരന്തമാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും ദുരന്തമല്ല. ദൈവത്തിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ലോകവ്യാപകമായി മനുഷ്യരാശിയുടെ ആത്മാവിനെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പോകുന്നതിനേക്കാൾ വലിയ ദുരന്തമില്ല. ആ ദുരന്തം ഉണ്ടാകാൻ പോകുമ്പോഴേ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ട് വരണമെന്നുള്ളത് ദൈവത്തിന് തിരുവസാണെങ്കിൽ അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കടമ ഉത്തരവാദിത്വവും അത് എക്ലേസ്യാസ്റ്റിക് റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ്? ഇതിൻ്റെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണത്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്നാണ്. അപ്പം എൻ്റെ രോഗം മാറ്റിക്കൊണ്ട് നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിച്ചോളാം എന്ന് നീ തീരുമാനിക്കുന്നത് 90 ദിവസമാണെങ്കിൽ നിനക്ക് 90 ദിവസത്തെ അനുഗ്രഹം തന്നാൽ മതിയല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ 1.5 കൊല്ലം 2 കൊല്ലം 3 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഉടമ്പടിയിലാണ് ജീവിക്കണത്? ഇന്നലെ ഒരു നോൺ ക്രിസ്ത്യൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? എനിക്കൊറ്റാഗ്രഹം മാത്രമേ ഉള്ളൂ, എൻ്റെ മരണം വരെ അമ്മയുടെ ഉടമ്പടിയുടെ ജീവിതം നയിക്കണമെന്ന്. കൈ അടിച്ചു ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുമിച്ച് പാടുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. വാഗ്ദാനം പേടകമേ സ്വർഗീയ പൊൻമകനേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം പരമാധാനേ വാഗ്ദാനം പേടകമേ സ്വർഗീയ പൊൻമകനേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം പരമാധാനേ. അപ്പം ദുരന്തം എന്താണെന്ന് മനസ്സിലായില്ലേ? ദുരന്തത്തെ മാനുഷികമായൊരു കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ അത് രോഗമാകാം, പ്രതി ദുരന്തമാകാം. പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ദുരന്തമെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധമായ രക്തത്താൽ നേടിയെടുത്ത ആത്മാവ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഒരു ദുരന്തം മനുഷ്യരാശിക്കുണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ അത് ദൈവം എന്തുമാത്രം കരുതലോടെയാണ് ഓരോ മനുഷ്യൻ്റെ ആത്മാവിനും യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ ഏകജാതൻ്റെ പീഡാനുഭവത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ജീവൻ്റെ വിലയാണെങ്കിൽ ആ ജീവൻ്റെ വിലയെക്കുറിച്ച് കരുതലുണ്ടാകണമെന്നാണ് കൃപാസനത്തിലൂടെ പരിശുദ്ധ അമ്മ മനുഷ്യരാശിയോട് പറയുന്നത്. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ റെജി തോമസിൻ്റെ സാക്ഷിയാണ് പറഞ്ഞത്. റെജി തോമസിൻ്റെ വിഷയം എന്താ? അവളുടെ മകൾക്ക് വിദേശത്ത് പോയി പഠിക്കണം, അവിടെ പണമില്ല. കാട്ടിലൊരു സ്ഥലം കിടപ്പുണ്ട്, അത് വിൽക്കണം. അത് വിൽക്കാൻ വേണ്ടി വന്ന അമ്മയോട് പറയണത് അത് വിറ്റ് തരണമെന്ന് പറയും. നിക്കക്കള്ളിയില്ല, അതൊന്ന് വിറ്റ് തരണം, അതെടുക്കാനുള്ള ആൾക്കാരും വരണില്ലെന്ന് പറയും. ഇപ്പോഴേ എല്ലാം ഒരു മടുപ്പാണ് സ്ഥലത്തിന്, കൃഷി നഷ്ടമായതുകൊണ്ട്. ഇതൊക്കെ എല്ലാം കണ്ണീരോടെ ഇവിടെയും പറയും. റിജി തോമസ് വീട്ടിലും പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒറ്റക്ക് നിന്ന് പറയുന്ന ഒരു വർത്തമാനമാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്ത് കൊണ്ട് ഉപ്പിടും. ഉടമ്പടിയുടെ ഒരു സംഭവമാണ്. ഉടമ്പടിയിൽ ബൈബിൾ ഉടമ്പടിയിലുള്ളതാണ് ഉപ്പ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അധികാരപ്പെടുത്തിയെന്ന് അർത്ഥം. നമ്മുടെ അധികാരത്തിൽ നിന്നും ഉടമസ്ഥപ്പെടുത്താൻ വേണ്ടി ഒപ്പിടണത്, ദൈവത്തിന് ഉടമപ്പെടുത്താൻ. ബൈബിളിലുള്ള എല്ലാ വെലിവസ്തുക്കളും ആദ്യം ദൈവത്തിൻ്റെ ഭാഗം, അഹ്റോൻ്റെ ഭാഗം, ലെവയറുടെ ഭാഗം, അതുകൊണ്ട് ഉപ്പിടും. ഉപ്പിട്ടാൽ പിന്നെ അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് വേണ്ടി മാത്രമുള്ള ബലിവസ്തുവാണ്. നീ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിടുമ്പോൾ എന്താ അർത്ഥം? എൻ്റെ കഴിവ് വെച്ച് അസ്തമിക്കുന്നു, ഞാൻ കൈ ഉയർത്തി പറയുന്നു എൻ്റെ കഴിവല്ല, നോട്ട് ബൈ മെറിറ്റ്. പിന്നെന്താ? ഇനി നിൻ്റെ ഗ്രേസാണ്. അതുകൊണ്ട് ഈ സ്ഥലം വിൽക്കാൻ മാർഗമില്ല, ഈ ജന്മത്തിൽ വിറ്റുപോകുന്ന എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിൻ്റെ ഉടമസ്ഥയിലാക്കിക്കൊണ്ട് ഞാൻ ഉപ്പിടണമെന്നും പറഞ്ഞ് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് കൊണ്ട് ഉപ്പിടും.
ഉപ്പിട്ടിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ റെജി തോമസിന് എപ്പോഴുള്ള ഒരു പരിപാടിയാണ്, കർത്താവിനോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആ സ്ത്രീക്ക് അറിയാം, ചേച്ചിക്ക് അറിയാൻ ശരിക്കും. എന്നുവെച്ചാൽ ചില ആൾക്കാർക്ക് വിശ്വാസവരം വർത്തമാനപരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാരല്ലേ ദൈവത്തോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. കേൾക്കണമെന്നൊക്കെ വട്ടമാണെന്ന്, വട്ടമൊന്നുമല്ല, അവർക്ക് നല്ലൊരു സംസാരിക്കണം ഒരു ദൈവത്തോട്. ദൈവം കേൾക്കുന്നുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അത് അവർ വർത്തമാനം പറയണം, മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവന്മാർക്ക് ബോധ്യമില്ലെന്നേ ഉള്ളൂ, പക്ഷെ ആ പറയുന്ന ആളിന് ബോധ്യമുണ്ട്. അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ ഉപ്പിട്ടിട്ടുണ്ട് അമ്മേ, ആരും എടുക്കാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ടിട്ടുണ്ട്, ഇനി എല്ലാം വരും വരായിക നിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ മാസം വിൽക്കുമോ അതോ താമസിച്ച് പോകുമോ എന്നറിയാൻ വേണ്ടി വിശ്വാസപ്രമാണം ചൊല്ലി ഉടനെ ബൈബിൾ തുറക്കും, കർത്താവ് എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി. ഉടനെ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ കർത്താവ് നേരിട്ട് ഈ ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ കർത്താവിൽ വളരുമ്പോൾ നിങ്ങൾ പലരും ഉടമ്പടി ചെയ്തിരിക്കണം മിനിമം പ്രോഗ്രാമത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ വന്ന് ഉടമ്പടി ചെയ്തു, എന്ത് വന്നാൽ 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാനില്ല. ഈ കടമാമ്പോത്ത് അതാണ് പറയണത്. ഇവിടെ കൊടുന്ന് ഉടമ്പടി കിട്ടി താല്പര്യം പറയാം, 90 ദിവസം കഷ്ടപ്പെട്ടാൽ മതിയല്ല, അതിൽ പിന്നെ എങ്ങനെയും ജീവിക്കാനില്ല. അപ്പം തന്നെ നിൻ്റെ ഉടമ്പടി പൊട്ടും. എന്താ കാര്യം? നീ ഫ്രോഡാണെന്നുള്ളത് അൾത്താര വെച്ച് തന്നെ നീ പ്രഖ്യാപിച്ചു. നീ അങ്ങനെയല്ല പറയേണ്ടത്. കർത്താവിന് ജീവിക്കണം, ജീവിക്കുക, നീ 90 ദിവസം ജീവിക്കുക, 9 ദിവസം ജീവിക്കത്തുള്ള, അതൊക്കെ ദൈവത്തിന് അറിയാൻ പാടുള്ളൂ. നീ അങ്ങനെ വേറെ ജീവിതത്തെക്കുറിച്ച് വേറെ കണക്കൂടലൊന്നും വേണ്ട. പക്ഷെ നിനക്കൊരു കണക്കൂടലുണ്ട്. എന്താ കാര്യം? ദൈവമേ, നിൻ്റെ കൂടെ ജീവിക്കാൻ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു സോണിലൂടെ നിൻ്റെ കൈപിടിച്ച് കരം ഗ്രഹിച്ച് നടന്നു പോകാൻ നീ എനിക്കൊരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്ര കാലം ജീവിക്കുന്നുവെന്ന് നീ തീരുമാനിച്ചാൽ അതുവരെ ഞാൻ ജീവിച്ചുകൊള്ളാൻ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികടാലിയ കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പാടാം. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, ബലഹീനതയിൽ ബലമേകി ബലവായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവായോ നടത്തിടുന്നു, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബൈബിൾ ഓപ്പൺ ചെയ്ത് കർത്താവേ, ഈ മാസം ഇത് വിറ്റ് മാറാൻ വേണ്ടി വർഷങ്ങളെടുക്കുമോ മാസങ്ങളെടുക്കുമോ ആഴ്ച എടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴേ ബൈബിളിലൂടെ തുറക്കുകയും റിസർച്ചിൻ്റെ കണ്ണുമുമ്പിൽ വന്നത് എസക്കിയലാണ്. എസക്കിയൽ 36:34 കർത്താവ് സംസാരിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്ന് അറിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാൾ വലിയ സാക്ഷി എവിടെ നിന്ന് കിട്ടാനാണ്? ഇത് 3 ലക്ഷത്തോളം വാക്യങ്ങളുള്ളതാണ് ബൈബിള്. ഈ 3 ലക്ഷത്തോളം വാക്യങ്ങളിലെ റെജിയുടെ വിഷയം എവിടെയാണെന്ന് റെജിക്കറിയാവോ? ഇല്ല. കർത്താവ് എന്താ സംസാരിക്കാൻ ഉദ്ദേശിക്കണമെന്നത് ആ പെർട്ടിക്കുലർ വേർഡ് പറഞ്ഞു തരും. എന്താണ്? ഒന്നിനു വായിച്ച് എസക്കിയേൽ 36 വാക്യം. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? പക്ഷേ രജിക്ക് സന്തോഷമായില്ല. എന്താ കാര്യം? ഇവർക്ക് കൃഷി ചെയ്യാൻ മേലാതെയല്ല ഇതെല്ലാം ഉപേക്ഷിച്ചത്. ഇപ്പം നാട്ടുകാരെല്ലാം ചോദിക്കും, എല്ലാ പുരയിടത്തിലൂടെ കൃഷിയുണ്ടല്ലോ, നിങ്ങൾ മാത്രം എന്താണ് ഈ സ്ഥലം വേസ്റ്റായിട്ട് ഇട്ടിരിക്കണമെന്ന്. അതൊരു സാമൂഹ്യ കുറ്റവാളിയായ രീതിയിലാണ് ആൾക്കാർ വിചാരണ ചെയ്യണത്.
ഇപ്പം കർത്താവ് എന്താ പറയണത്? സ്ഥലം വിൽക്കാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വീണ്ടും കൃഷി ഇറക്കുമെന്ന്. അപ്പോഴേ റെജി പറഞ്ഞു, കർത്താവ് വീണ്ടും കൃഷി ഇറക്കാൻ എങ്ങനെ പറ്റും? ഞങ്ങൾക്കിത് നോക്കി നടത്താനൊന്നും ആരുമില്ല. ഇനി വീണ്ടും കൃഷി ഇറക്കിയത് കൊണ്ട് കാശ് കയ്യിൽ നിന്ന് വകയുള്ളൂ, കാശ് ഇങ്ങോട്ട് കിട്ടത്തില്ല. ഇതെല്ലാം കർത്താവിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഉടനെ സന്ധ്യയ്ക്ക് ഒരു ഫോൺ വരും. എന്താണ്? നിങ്ങളുടെ സ്ഥലം ഒറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും, പാട്ടത്തിന്. അപ്പോൾ ഒരു കൈയും പൊക്കിക്കൊണ്ടൊരു പറയും കൊടുക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഇതാണെന്ന് പറയും. ഇത് വിറ്റിട്ട് മകളെ പഠനത്തിന് വിടാനാണെന്ന്. കുഴപ്പമില്ല, കാശ് ഞാൻ തന്നോളാം, പാട്ടത്തിന് കൊടുക്കുന്നുണ്ടോ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. മകളുടെ കാര്യം നടത്തി കൊടുക്കും, കൃഷി പാട്ടത്തിനുമാകും. പാട്ടമെടുത്ത ആൾക്കാർ അവിടെ അമ്മ പറഞ്ഞ പോലെ വീണ്ടും കൃഷി ഇറക്കണമുണ്ട്. ഇപ്പോഴും ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾക്ക് നൽകണമേ. അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഇപ്പം നമ്മളെക്കാൾ എന്ത് സുന്ദരമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ കയ്യിലുള്ളത്. ഇനി വിറ്റുണ്ട്. ഇതിനിടയ്ക്കൊരു രസമുണ്ടായത്, അവിടെ ചെന്നപ്പോഴേ പാട്ടത്തിനെടുക്കാൻ വന്ന ആൾക്കാർ സ്ഥലം പാട്ടത്തിന് എടുത്തു കഴിഞ്ഞപ്പോൾ വെള്ളമില്ല അവിടെ. അപ്പം പണിയായി. ചുറ്റുമുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ 1000 അടി താത്തിയാൽ മാത്രമേ വെള്ളമുള്ളൂ. അപ്പം അതിന് ലക്ഷക്കണക്കിന് രൂപയാകും. അത് വന്ന് റെജിയോട് പറഞ്ഞു, വെള്ളമില്ലല്ലേ? എന്നുവെച്ചാൽ ഞങ്ങളെ പറ്റിച്ചാണല്ലേ എന്നാണ് ചോദിച്ചത്. വെള്ളമില്ലല്ലേ എന്നുവെച്ചാൽ കൃഷിക്ക് വെള്ളം വേണ്ടേ? അപ്പോൾ റെജി ഉടനെ പറമ്പിൽ ചെല്ലും, കർത്താവേ വെള്ളത്തിൽ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം അതൊക്കെ മുമ്പ് ബൈബിളെടുത്ത് നോക്കും. ബൈബിളിലാണ് ആദ്യം നോക്കണേ, കർത്താവേ വെള്ളത്തിന് വല്ല കാര്യം ഇവർ അവരെ അത് ഉപയോഗിക്കാത്ത കാരണം അവിടെ വെള്ളമുണ്ടോ ഇല്ലയെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ. ഇവർ പറ്റിച്ചൊന്നുമല്ല, ഇവർക്ക് അറിയത്തില്ല. ഇപ്പം കൃഷി ഇറക്കാൻ നേരത്തല്ല വെള്ളം തിരക്കുമ്പോൾ വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാതെ അയാൾ വന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ആൾ വന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. കർത്താവ് ഞങ്ങൾ പറ്റിപ്പുകാരായിട്ട് അവർ മനസ്സിലാക്കുമോ എന്ന് വിചാരിച്ചാൽ ഇവർക്ക് സങ്കടമായിട്ട്, കർത്താവേ വെള്ളമില്ലേന്ന് ചോദിക്കും. വെള്ളമില്ലെന്ന് ചോദിച്ചുകൊണ്ട് ബൈബിൾ തുറക്കും. ബൈബിൾ തുറക്കുമ്പോൾ 2 രാജാക്കന്മാർ കിട്ടും. 3:17 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല, കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. കർത്താവ് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അവിടെ വെള്ളത്തിൻ്റെ യാതൊരു സാധ്യതയുമില്ലെങ്കിലും അവിടെ അരുവിത്തടത്തെ വെള്ളം കൊണ്ട് നിറക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടെന്ന് പറയും. ഉടനെ ഇവർ കർത്താവ് പറയണ കേട്ടിട്ട് വീണ്ടും സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിന് മുകളിൽ നിന്ന് ഒരു ഉറവ പൊട്ടി വരണ കാണാം. ഇന്ന് വരെ കാണാത്തൊരു ഉറവ പൊട്ടി വരുമ്പോൾ നല്ല ചുറ്റുമുള്ള കിണറിലെല്ലാം കറുത്ത വെള്ളമാണ്, ഈ പൂഴിയുടെ വെള്ളമാണ്. ഇത് കണ്ണീര് പോലെ തെളിഞ്ഞൊരു വെള്ളം ഇങ്ങോട്ട് വരും. ഇവർ ഉടനെ കൈ കോരിയെടുത്ത് കുടിക്കും. എന്നിട്ട് കിണർ കുത്തുന്ന ആളെ വിളിച്ചിട്ട് അയാൾ വടിയും കൊണ്ട് അടഞ്ഞിട്ട് പറയും, ഇതിൻ്റെ മുകളിൽ കുഴിച്ചോ, 360 മീറ്റർ താഴെ 360 അടി വെള്ളമുണ്ടത്. അത് കുഴിച്ചിട്ട് കിണറാക്കും, അത് കുളമാക്കും അവർ. എന്ന് വെച്ചാൽ 1000 അടി മറ്റുള്ളവർ കുഴിച്ചിട്ട് ആ വെള്ളമെല്ലാം ഈ പൂഴി വെള്ളം കിട്ടുമ്പോൾ 360 അടിയിൽ തെളിനീര് വെള്ളം കൊടുക്കാൻ വേണ്ടി, അതാണ് പറഞ്ഞത് അരുവിത്തടങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറയുമെന്ന് വാക്കി. അത് പ്രഖ്യാപനമാണ്, തന്നെയല്ല അത് വാഗ്ദാനമാണ്. ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. വിശ്വസിക്കുന്നവർക്ക് സാക്ഷ്യത്തിൻ്റെ അവസരമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു
അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഈ രജി ചേച്ചീനെ ചോദിക്കുമ്പോൾ കർത്താവ് എന്താണ് ഇങ്ങനെ മറുപടി പറയണത്? നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ. വെള്ളത്തിൻ്റെ കാര്യം ചോദിച്ചാൽ ഉടനെ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കും, പറമ്പിനെക്കുറിച്ച് ചോദിച്ചാൽ പറമ്പിനെക്കുറിച്ച് സംസാരിക്കും. നീ എന്താണ് നിൻ്റെ ജീവിത അവസ്ഥ? നീ വ്യക്തി ഈ ലോകത്ത് 800 കോടിയോ 1000 കോടിയോ മനുഷ്യരുണ്ട്. ഈ 1000 കോടി മനുഷ്യരിൽ നീ മാത്രം കണ്ണീരിട്ടുന്ന നിൻ്റെ മാത്രം വിഷയങ്ങൾ, നീ ഏറ്റവും കൂടെ പ്രയാസപ്പെടുന്ന വിഷയം എന്താണെന്ന് ദൈവം എന്ത് സ്കാൻ ചെയ്താൽ കണ്ടുപിടിക്കണം. ഇത് ഭയങ്കര AI പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ വരുന്ന മുമ്പ് തന്നെ അതിൻ്റെ മറുപടി, ഒരു ആശങ്ക വന്നാൽ അതിൻ്റെ ഒരു മറുപടി നിന്നോട് മുഖതാപി സംസാരിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഈ സഹോദരി അങ്ങോട്ട് വളരുകയാണ്. അപ്പോൾ ഇവിടുന്ന് സിസ്റ്ററാണോ അച്ഛനാണോ സാക്ഷി ഇടുന്ന അറിയത്തില്ല. ഇവിടെ ചോദിക്കും, ചേച്ചി ആധ്യാത്മികമായിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. കാരുണ്യ പ്രവൃത്തി എന്താ ചെയ്യണത്? അപ്പം കാര്യം ഇവിടെ ആസ്തി എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധങ്ങളിൽ എപ്പോഴും പറയണേ, ദൈവമായിട്ടുള്ള ബന്ധം എന്താ? ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉടമ്പടി വരണത്, ഉടമ്പടി എടുത്തത് കൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. കൃപാസനം എന്ന് കാണുമ്പോൾ കുറേ വണ്ടി കിടക്കണ കാണാം, എന്നാൽ ഒന്ന് കരയേക്കാം എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഉടമ്പടിയാണ്. അപ്പോൾ ഓഫീസിൽ നിന്ന് പറയും 4 മണി. അപ്പോൾ ഇവരുടെ വീരശൂര പരാക്രമം കാണുമ്പോൾ ഓഫീസിൽ നിന്ന് പറയും ചാറണ്ട, ഒറ്റടക്ക് പോകാൻ പറ്റത്തില്ല, 4 മണിക്കൂർ എടുക്കുമെന്ന് പറയും. അപ്പം ഒരു 10 പേര് വന്ന് 8 പേരും പോകും, അപ്പം തന്നെ വണ്ടി വിടും. അതിൽ 2 പേരെടുക്കും ഉടമ്പടി. 2 പേരെടുക്കുമ്പോൾ ഈ 4 മണിക്കൂർ എടുക്കും. ഈ 2 പേരെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും ഒക്കെ കേട്ട് ഇതിൻ്റെ ഒരു മർമ്മം അറിയുമ്പോഴാണ് ഉടമ്പടി റൈപ്പാകണത്. ചില എമർജൻസി അടിയന്തര ആവശ്യങ്ങൾ അമ്മ അപ്പം തന്നെ ചെയ്ത് കൊടുക്കും, പക്ഷെ പിന്നെ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് അങ്ങനെ ഈസിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് മുഴുവനും അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴാണ്, അല്ല ചെല്ലുമ്പോഴല്ല. അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ്. ചെയ്യാൻ ചെറിയ ആൾക്കാർക്ക് തയ്യാറല്ല. കാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല, പെയിൻറ്റ് പോകും. നിങ്ങളുടെ ഒരു അഭ്യാസമോ കാപട്യമോ ഒളിച്ചു കളിയോ ഒന്നും നടക്കത്തില്ല. വെളുപ്പിന് ഞാൻ കേട്ട സാക്ഷ്യം എന്താണെന്നറിയാമോ? ഞാൻ ഇത്രയും നേരം മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടിയാണ് ചെയ്തതെന്ന്. അപ്പോൾ മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടി എന്താണ്? ഞാൻ കന്നഡയിലാണ്, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടുന്ന് കന്നഡ പത്രം മേടിച്ചുകൊണ്ട് പോയി കന്നഡക്കാർക്ക് കൊടുക്കും. പള്ളിയുടെ വായിക്കാന്ന് കൊടുത്താൽ മതി, ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്ന്. അപ്പോൾ ആൾക്കാർക്കെല്ലാം കൃപാസനത്തെക്കുറിച്ച് അറിയാം. അത് കാരണം പത്രം കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. വെറുതെ പള്ളിയുടെ അടുത്ത് വെറുതെ പത്രം പിടിച്ച് ഇരുന്നാൽ മതി. ആൾക്കാർ വന്ന് ഈ കിളി വന്ന് നമ്മൾ ഗോതമ്പ് പെറുക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഗോതമ്പ് പെറുക്കി എടുക്കുന്ന പോലെ പത്രം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഒരിക്കലും മുടക്കില്ല. മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടി എടുത്താൽ മെയ്യട്ട് കൊള്ളും വരെ ഈ സംഭവം നീണ്ടു പോകും നിങ്ങളുടെ ആവശ്യങ്ങൾ. ഇവർക്ക് മനസ്സിലായി ഇവിടെ കാര്യം നടക്കാഞ്ഞപ്പോൾ, ഈ അഭ്യാസം കൊണ്ട് കാര്യം നടക്കുന്നത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കഷ്ടപ്പെട്ട് ചെയ്യണമെന്ന്. പിന്നെ എന്ത് ചെയ്ത് അവൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, എല്ലാവരും രക്ഷപ്പെടണ ഉടനെ പുതുക്കി കഴിയുമ്പോഴാണല്ലോ. പുതുക്കി കഴിഞ്ഞപ്പോൾ അവൾ ഓരോ വീട് വീടാൻ തോറും കയറി ഇറങ്ങിയിട്ട് കൃപാസന മാതാവിനെ കുറിച്ച് പറയാൻ തുടങ്ങി, ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംസാരിപ്പോൾ അവളെ മെയ്യട്ട് കൊണ്ട്, വെയിലും കൊണ്ട് മഴയും കൊണ്ട് അവളെ വിഷയം ഉടമ്പടി ദൈവതിരുസന്നിധിയിൽ തങ്ങൾ സീരിയസ് ആയിട്ടാണ് ഉടമ്പടി എടുത്തതെന്നുള്ളത് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വിഷയം മാറാൻ തുടങ്ങി. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാര്യം ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ് ഈ വിഷയം ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പം ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ടും ചെയ്യാം, കഷ്ടപ്പെട്ടും ചെയ്യാം. ഇപ്പോഴും എന്താണ് ഈ രജിസ്റ്റർ ചെയ്യണത്? രജിസ്റ്റർ ചെയ്യണത് പറഞ്ഞ ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ 2 മക്കളും കൂടി ഡെയിലി 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീണ പ്രാർത്ഥന കഴിഞ്ഞ് അത് ചുറ്റപ്പെട്ട പണികളൊക്കെ വീട്ടിലുള്ള ചെയ്ത് തീർത്തിട്ട് പെട്ടെന്ന് ഞങ്ങൾ 4 പേരും കൂടി പള്ളിയിൽ പോകും. എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ വരും, എൻ്റെ മക്കളും വരും. ഞങ്ങൾ 4 പേരും കൂടി പള്ളിയിൽ പോകും. കുർബാനയെ കൂടി കർത്താവിനെ കണ്ട് അമ്മയോടും കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്യും. ജീവിതത്തിന് ചിട്ടയായി, ജീവിതം തന്നെ ആധ്യാത്മികമായിട്ട് ഉയർന്ന് ദൈവമായിട്ട് വലിയ ബന്ധത്തിലായി. അങ്ങനെ വെളിപ്പുറത്താകണത് ഇങ്ങനെയാണ് വെളിപ്പുറത്താകണത്. അപ്പോഴാണ് ചോദിക്കുമ്പോഴൊക്കെ പറയണത്, സ്ഥലം വിൽക്കണ്ടടി, സ്ഥലത്തിനെ കൊണ്ട് എനിക്കറിയാം ഇത് എന്ത് ചെയ്യണമെന്ന്. ഈ സ്ഥലം പാട്ടത്തെ കൊടുപ്പിച്ചിട്ടുണ്ട്, നിൻ്റെ മകൾക്ക് ജോലിക്ക് പോയാൽ പോരെ, പഠിക്കാൻ പോയാൽ പോരെ, ആ കാശ് കൊണ്ട് വേറെ ഒപ്പിച്ചു തരാം, സ്ഥലം പോകാതെ തന്നെ.
അപ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ കുരുട്ട് ബുദ്ധിയേക്കാളും എത്രയോ ശാസ്ത്രീയമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ നിങ്ങളും ആ പദ്ധതി സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു തുറന്ന മനോഭാവം റെജി പറയണ ഒരു കാര്യമുണ്ട്. റെജി പറയണത് എല്ലാവർക്കും പ്രശ്നം വീടില്ല, അല്ലെങ്കിൽ ജോലിയില്ല, രോഗമാണ്, അല്ലെങ്കിൽ സമ്പത്തില്ല എന്ന് മാത്രമല്ല. ഞാൻ ഒരു ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഞാനൊരു ഇറങ്ങും, ഓരോ വീടുകളിലൊക്കെ പോകും, പാവപ്പെട്ടവരൊക്കെ കാണും, അവരോട് സംസാരിക്കും, വലിയ ആൾക്കാരുടെ വീട്ടിലും പോകും. പോയിട്ട് ഞാൻ കർത്താവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. പിന്നെയാണ് ഈ കർത്താവോട് സംസാരിക്കുക, വെറുതെ അല്ലേ, ഇവരെ കൈ നനയാൻ മീൻ പിടിക്കാതെ വരുന്നില്ല. അവർ കൈ നനഞ്ഞ് തന്നെയാണ്. ഇത് ദൈവത്തിന് തോന്നണം നമ്മൾ സിൻസിയറാണെന്ന് തോന്നണം. അല്ല മകളെ കെട്ടിക്കണ വിഷയവും മകൾക്ക് പിള്ളേരുണ്ടാകുന്ന കാര്യവും മാത്രമായിട്ട് ചേർത്തി വന്നതല്ല. മകളെ കെട്ടിച്ച് കഴിഞ്ഞ് മകളെ പ്രസവിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ പൊടി പോലും ഇവിടെ കാണത്തില്ലെന്ന് ദൈവത്തിനറിയാം. പിന്നെ നിങ്ങളോട് എന്തിനാണ് ദൈവം സംസാരിക്കേണ്ടത്? നിങ്ങൾ ദൈവത്തിന് വേണ്ടി വന്ന ആൾക്കാരല്ല, മകളെ കെട്ടിക്കാനും മകളെ പ്രസവിപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത് മേടിച്ചൊരു പോയിക്കൊള്ളാൻ പറയും. ദൈവം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങൾ പ്രയോജനമുള്ള ആൾക്കാരാണെന്ന് നമ്മൾ തന്നെ ആദ്യം ദൈവദർശനത്തിൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തെളിയിക്കണം. ഇവരെന്ത് ചെയ്യുന്നറിയുമോ? ഇവർ പറയുന്നൊരു വാക്ക് എന്നെ ശരിക്കും ബാധിച്ച്. ഇവർ പറയണത് എല്ലാവരുടെ പ്രശ്നവും സാമ്പത്തികമല്ല, എല്ലാവരുടെ പ്രശ്നവും രോഗമുള്ളതല്ല, ചിലരുടെ പ്രശ്നങ്ങൾ ആരും സംസാരിക്കാനില്ലാത്തതാണെന്ന്. അയ്യോ, ഈ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം തന്നെ അത്. നിങ്ങൾക്കറിയാവില്ല, പണമില്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ, സ്വാധീനമില്ലെങ്കിൽ നമ്മളോട് ആരും സംസാരിക്കത്തില്ല. നിങ്ങളോട് എന്തിനാണ് സംസാരിച്ചിട്ട് അവരോട് നമുക്ക് എന്നാ കിട്ടുമെന്ന് ചോദിക്കും. ഒന്നാമത്തെ മലയാളിയുടെ മൈൻഡ് സെറ്റ് ഇതിന് അങ്ങനെയാണ്, നമുക്ക് എന്നാ തടയുമെന്ന് നോക്കത്തുള്ളൂ. അപ്പൻ്റെ പണം എടുക്കാൻ വേണ്ടി കൂട്ടുകാരൻ നമ്മുടെ കൂടെ അവസാനം വരെ നിൽക്കത്തില്ലേ? അപ്പം മരിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാരന്മാരെല്ലാം വരും. എന്തിനാണ്? അവസാനം വരെ പെട്ടി വാങ്ങിക്കാൻ പോണത്, എടുക്കാൻ പോണത്, അവിടെ അപ്പനെ കൊണ്ട് കുഴിച്ചിടുന്നവരെ കൂട്ടുകാരന്മാർ നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ നമ്മൾ പറയും രക്തബന്ധത്തേക്കാൾ വലുതാണ് സുഹൃത്ത് ബന്ധമെന്ന് പറയും. ഈ പന്നി അവസാനം ചോദിക്കും, വൈകിട്ട് എങ്ങനെ പരിപാടി എന്ന് ചോദിക്കും. നിങ്ങൾ ദൈവത്തെ മറന്നുകൊണ്ട് മനുഷ്യൻ്റെ പുറകെ പോകാതിരിക്കാനാണ് ഇത് പറയണത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ദൈവമായിട്ട് ബന്ധമാകുമ്പോൾ ദൈവത്തിന് കൂടി തോന്നണം. ഇത് സമൂഹത്തിൻ്റെ ഒരു ആചാരം അനുസരിച്ചുള്ള ഒരു ആഘോഷ നടപടിക്രമമായിട്ട് തോന്നരുത്. ഇന്ന് ക്രിസ്തുവും പെരുന്നാളും ആദ്യ കുർബാനയും ഒക്കെ സമൂഹത്തിൻ്റെ ആഘോഷ നടപടിക്രമമാണ്. ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമില്ല. ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് 3-4 പേരെ അവിടെ വിളിപ്പിച്ചു, അവിടെ മക്കളെ വിളിപ്പിച്ചു, അവിടെ പരിചയന്മാരെ വിളിപ്പിച്ചു, അവിടെ വേദപാഠ അധ്യാപകരെ വിളിപ്പിച്ചു. ഞാൻ അവർക്ക് കൊച്ചച്ഛനും ക്ലാസ് കൊടുത്തു, ഞാൻ ക്ലാസ് കൊടുത്തു. പക്ഷെ ഞാൻ കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം കേട്ട ക്ലാസ്സുകളെല്ലാം ആദ്യ കുർബാന വരെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യ കുർബാനയുടെ വൈകുന്നേരമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അളിയനും പരിഞ്ഞപ്പനും കുമ്പാരും കൂടി കുപ്പി വാങ്ങിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കും. എന്നിട്ട് നിങ്ങൾ ഈ ചെറിയ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ മുമ്പിൽ കൂടി അവർക്ക് ഒഴിച്ചു കൊടുക്കാൻ വെള്ളം കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട്. കർത്താവ് നിന്നെ കാലെപ്പിടിച്ച് നിലത്തിൽ അടിക്കുമെന്ന് പറയും. എന്താ കാര്യം? നീ ഇത്രയും നാൾ ചെയ്തതെല്ലാം കള്ളത്തരവാണെന്ന് തെളിഞ്ഞിരിക്കുന്ന. അളിയനും കുമ്പാരിക്കും വെള്ളം അടിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നീ ഗ്ലാസും കൊണ്ട് പോയപ്പോൾ ഓർക്കുക, നിൻ്റെ ഇന്ന് വരെയുള്ള ഒരു കാര്യവും ദൈവം എല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു, ഒന്നും അംഗീകരിച്ചിട്ടില്ല. എന്താ കാര്യം? നീ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവത്തെ മറക്കും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് 1-2 പേരുടെ മുഖത്തോട് ഞാൻ നോക്കി. അപ്പോൾ കറുത്തോണ്ടിരിക്കണം, മഴ പെയ്യാൻ പോകണം. എന്താണ്? വെള്ളം മേടിച്ച് വെച്ചിരിക്കുന്ന പകത്ത്. അതാ പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ശാസിച്ച് തന്നെ വിട്ടു. അവർ സ്വീകരിക്കുമോ ഇല്ലയോ? സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ അരൂപി അവിടെ നിലനിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരുമ്പോൾ നിങ്ങളുടെ കൂടെ പോരും. കർത്താവ് പറഞ്ഞൊരു വാക്യമാണത്. നിങ്ങൾ പോരുമ്പോൾ നിങ്ങൾ ആശീർവദിച്ചത് നിങ്ങളുടെ കൂടെ പോരുമെന്ന്. നിൽക്കത്തില്ലേ? നിങ്ങൾക്കവിടെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. തോന്നിവാസം ജീവിച്ചുകൊണ്ട് ദൈവത്തെ വീട്ടിൽ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. നീ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് ആദ്യം കൊടുക്കേണ്ട സമാധാനമാണ്. സമാധാനത്തിൽ ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ സമാധാനം, നീ ആശം സമാധാനം അവിടെ നിലനിൽക്കും. സമാധാനത്തോട് സഹകരിക്കാൻ ഇഫ് ദേ ആർ നോട്ട് റെഡി, പിന്നെ എന്താ? അവർ തയ്യാറല്ലെങ്കിൽ നീ ആശം സമാധാനം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരുമെന്ന് ഇത് കർത്താവ് പറഞ്ഞതാണ്. എൻ്റെ മക്കളെ, കൂടെ പോരുമ്പോൾ
ഇറങ്ങിപ്പോകുന്ന സമാധാനമാണ്. ഇറങ്ങിപ്പോകുന്ന ഒരു ഉടമ്പടി എടുക്കുമ്പോൾ, ഒരു അവസരം വരുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിച്ചുകൊണ്ട് ദൈവത്തെ ഇറക്കി വിടുന്ന ഉടമ്പടി എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്ത് ഇത് നഷ്ടമായി വരും. ശ്രദ്ധിക്കുക. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഉടമ്പടിയുടെ ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് എന്താണ്? പ്രസൻസാണ്, ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യം കുടുംബത്തിലുള്ളത് കൊണ്ടാണ് ഇവരോട് ഓരോ ചോദിക്കണ കാര്യങ്ങൾക്കെല്ലാം ദൈവം ആ സബ്ജക്റ്റ് വൈസ് നത്തിങ് മോർ നത്തിങ് ലെസ് ആയിട്ട് കറക്റ്റ് മറുപടി പറയണത്. അവിടെ വിഷയമല്ലേ പറയണത്. പക്ഷേ റെജി പറയണ ഒരു കാര്യം എന്താണ്? എല്ലാവരുടെയും പ്രശ്നം സാമ്പത്തികം ഇല്ലാത്തതല്ല, എല്ലാവരുടെയും പ്രശ്നം രോഗമല്ല, എല്ലാവരുടെയും പ്രശ്നം കൂടെ ഇരിക്കാൻ 10 മിനിറ്റ് കൂടെ ഇരിക്കാൻ ആളില്ലാത്തതാണെന്ന് അത് കണ്ടുപിടിച്ചതാണത്. ഉടമ്പടി കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ, ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഭവങ്ങളാണ് സംസാരിക്കാനും കൂടെയില്ലാത്തവർ വേദനിക്കുന്ന സമയത്ത് കൂടെ ഇരിക്കാൻ നിനക്കൊരു 10 മിനിറ്റ് കിട്ടുമെങ്കിൽ അത് ഉടമ്പടിയിൽ നിനക്ക് ചെയ്യാവുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. റെജി അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്ന് അറിയാവോ? അതായത് കർത്താവ് എന്താ പറഞ്ഞത്? പത്രോസ് കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാന ആചാര്യൻ്റെ പൃത്തിനെ വെട്ടി. അതെവിടെയാണ്? 18:11 എടുത്തേ. 18:11 യോഹന്നാൻ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ശിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതൻ്റെ ഭൃത്യനെ വെട്ടി അവൻ്റെ വലത്തെ ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? ക്ലിയർ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? കർത്താവിൻ്റെ ഒരു നിരീക്ഷണം എന്താണ്? ഓരോരുത്തൻ്റെ പാനപാത്രം നാട്ടുകാരൊന്നും കുടിക്കത്തില്ല, അവൻ തന്നെ കുടിക്കേണ്ടി വരും. നമ്മളെ രോഗമായാലും ക്ഷീണമായാലും നമ്മൾ തെറ്റിദ്ധാരണയായാലും നമ്മുടെ മേലുണ്ടാകുന്ന സംശയമായാലും ഇതെല്ലാം നമ്മൾ തന്നെ, അതിൻ്റെ വേദന ആരൊക്കെ കൂടെ ഉണ്ടായാലും നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നമ്മുടെ വേദന നമ്മൾ തന്നെ സഹിക്കേണ്ടി വരുമ്പോഴും ആ സഹിക്കുന്നതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ആധ്യാത്മികതയുണ്ട്. അതാണ് കർത്താവ് പറയണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 26:40. അനന്തരം അവൻ ശിഷ്യന്മാരോട് അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഈ അനുഭവത്തിന് അലൈൻമെന്റ് കണ്ടില്ലേ? കർത്താവ് എന്താ പറഞ്ഞത്? 18:11 യോഹന്നാന്റെ സുവിശേഷം, ഞാൻ കുടിക്കണം, പിതാവ് എനിക്ക് നൽകുന്ന പാനപാത്രം ഞാൻ തന്നെ കുടിക്കണം. പക്ഷെ ഞാൻ തന്നെ ഇപ്പം ക്യാൻസർ ആയാലും രോഗമായാലും വേദനയായാലും ഞാൻ തന്നെ സഹിക്കണമെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കാൻ ഒരു മനുഷ്യന് നമ്മളെ ഏത് സഹനത്തിൻ്റെ ആ സമയത്തും കർത്താവ് പോലും ആഗ്രഹിച്ചു പോയതാണ്. അതാണ് റിജി തോമസ് പറയണത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ ഇരിക്കാൻ 10 മിനിറ്റെങ്കിലും കൂടെ ഇരിക്കാൻ ആളില്ലാത്ത. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ആർക്കും ഒരു വില തോന്നാത്ത ആൾക്കാരുടെ കൂടെയും ഞാൻ പോയി ഇരിക്കുമെന്ന്. ആ ഇരിപ്പ് എന്തിൻ്റെ ഇരിപ്പാണ്? കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് പോയി ഇരിക്കാൻ. ഉടമ്പടി മറ്റുള്ളവർക്ക് വേണ്ടി ഉപ്പാണെങ്കിൽ, അവിടെ കേടുകൂടാൻ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവികമായ ഔഷധമാണെങ്കിൽ ആ ഉപ്പ് നീയായി മാറണമെന്നാണ് ഉടമ്പടി കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉപ്പാകുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം ഉപ്പായി തീരുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉറവ് കൂട്ടുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. എഴുന്നേൽക്കുക. ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലുമാണ് വെക്കേണ്ടത്. ഓൺലൈനിലുള്ളവരും ഇടത് കൈ നെഞ്ചിലും ഈ സമയത്ത് വലത് കൈ ശിരസിലും വെക്കുക. ഈ ധ്യാനം ഏത് കാലത്ത് കൂടിയാലും ഈ സമയത്ത് ഇത് തന്നെ ചെയ്യുക. കർത്താവ് കാലാതീതമായി, ദേശാതീതമായി ദൈവത്തിൻ്റെ ചൈതന്യം നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, 38 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നിന്റെ കരൾ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. നിന്റെ കിഡ്നി രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. നിന്റെ ടോൺസിൽ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നിന്റെ കോശങ്ങൾ, കശേരികൾ കർത്താവ് സ്പർശിക്കട്ടെ. നടുവേദനകൾ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നിന്റെ തൊണ്ടവേദനകൾ, ടോൺസിൻ്റെ അസുഖങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, നിന്റെ കരൾ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഓരോ കോശങ്ങളിലും ഓരോ പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങള്, വെരിക്കോസ് അസുഖങ്ങള് യേശുവിന്റെ നാമത്തിൽ, അസ്ഥിരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ആന്തരിക അവയവ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, സന്തോഷമായിരിക്കാൻ കർത്താവ് പറയുന്ന 10,000-കണക്കിന് മനുഷ്യരെ അവിടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കണ്ണീരും രക്തവും പൊടിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളവരെല്ലാം ഇന്ന് സന്തോഷത്തോടെ സാക്ഷികളായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അത്ഭുതം നിറഞ്ഞ അൾത്താറയിലേക്ക് അപ്പമാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാവരണമേ, എന്നിൽ നിറയണമേ. തുറത്തില്ലേ, തുറത്തില്ലേ. സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ.
കൈകൾ നെഞ്ചത്ത് വെച്ച്, രണ്ട് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസ്ഥാനത്താനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കള്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ജീവിതത്തിന് വ്യത്യസ്തങ്ങളായ വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവര്, യാത്ര മുടങ്ങിപ്പോയവര് എല്ലാവരെ സ്മരിച്ചിക്കണമേ. സമാധാനമില്ലാത്തവര്, കുടുംബം തകർന്നവര്, പഠിക്കാൻ നിവൃത്തിയില്ലാത്തവര്, മക്കളില്ലാത്തവര്, ഡൈവേഴ്സിന് വേണ്ടി അകപ്പെട്ടു പോയവര്, കുടുംബ ബന്ധങ്ങൾ ചിതറിപ്പോയവര്, ഛിദ്രമായവര്, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. കർത്താവിനെ നോക്കുക. ആശീർവാദത്തിന് സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരോ കാര്യത്തിനു വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് അവസാനം നിരാശപ്പെട്ട് മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് ഇപ്പം സ്പർശിക്കണമേ. 38 വർഷമായി തളവാദം പിടിച്ചതുപോലെ മനസ്സിന് തളവാദം പിടിച്ച മക്കൾ കർത്താവെ, കണ്ണീരോടെ ഓൺലൈനിലും ഇവിടെയും പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ. അവർ നിന്റെ തിരുമുൻപാടുന്ന വലത് കർത്താൽ അടിപ്പിടർ പോലെ ലാസറിനെ ഉയർത്തിപ്പിച്ചവരെ കർത്താവെ, അവർ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. ഗവൺമെൻറ് കാര്യങ്ങൾ, വിദ്യാഭ്യാസ കാര്യങ്ങൾ, അഡ്മിഷൻ കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ, കുരുക്കിലായിപ്പോയ കാര്യങ്ങൾ, സാമ്പത്തിക തകർച്ചയിലുള്ള കാര്യങ്ങൾ, പണം റിലീസ് ചെയ്യാത്ത അവസ്ഥകൾ, ബില്ല് പാസ്സാകാത്ത അവസ്ഥകൾ, യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, പാസ്പോർട്ടിൻ്റെ രേഖകളും വിസകളും അതുപോലെയുള്ള യാത്രാ രേഖകൾ കിട്ടാത്ത അവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും